ഹല്ലേലൂയ. Hallelujah. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Rejoice in the Lord. യഹോവ നല്ലവനല്ലോ, The Lord is good. അവന്റെ ദയ എന്നേക്കുമുള്ളത്, And His mercy endures അവന്റെ forever. ദയ എന്നേക്കുമുള്ളത്. And His goodness endures forever. ഹല്ലേലൂയ. യഹോവ The നല്ലവനല്ലോ, Lord is good. നമ്മുടെ ദൈവം നല്ലവൻ. Our God is good. നമ്മുടെ ദൈവമല്ലാതെ മറ്റ് നല്ലവൻ There ആരുമില്ല. is no one good other than our God. നമ്മുടെ ദൈവമല്ലാതെ നീതിമാൻ ആരുമില്ല. There is no one righteous like our God. കർത്താവായ യേശു ചോദിച്ചു, നിങ്ങൾ നല്ലവൻ എന്ന് പറയുന്നു, ദൈവമല്ലാതെ നല്ലവൻ ആരുള്ളൂ? There is God asks, who is more righteous and good than Jesus, than God? അതുകൊണ്ട് ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ So സ്തുതിച്ചാട്ടെ. again, give Him praise. ആ ദൈവത്തെ രുചിച്ചറിഞ്ഞവർ, ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവർ സന്തോഷത്തോടെ സ്തുതിച്ചാട്ടെ. For those who are tasted the ഹല്ലേലൂയ. Lord. Hallelujah. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. God has been doing great things. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫിലാഡൽഫിയയിലായിരുന്നു. Last few days we were in Philadelphia. അവിടൊക്കെ പരിശുദ്ധാത്മാവ് വലിയ രീതിയിൽ മൂവ് ചെയ്തു. That Holy Spirit moved heavily in that place. ഹല്ലേലൂയ. Hallelujah. ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ കാര്യങ്ങളെ ചെയ്യുന്നു. God did things beyond what we ever expected. ഹല്ലേലൂയ. Hallelujah. പ്രത്യേകിച്ചും ഡോണിനെ, ഹന്ന സിസ്റ്ററിനെ, നത്താനിയേൽ, എലോറ കുഞ്ഞിനെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച തൊട്ടാണ് വരാൻ തുടങ്ങിയത്. ദൈവം സൗഖ്യങ്ങളും വിടുതലും അയച്ച് എല്ലാ കഷ്ടതയിലും കൂടെ ഇരുന്ന് അവരെ താങ്ങി ഇത് സഭയോടൊപ്പം ഒരുമിച്ചായിരിക്കുവാൻ ദൈവം ഇടയാക്കിയതിനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. I want to thank Lord for bringing Brother Don, sister and family, and Laura and Nathaniel back in this place last week. God has been with them in the tough times and through sickness and hard times. God has brought them back, and we want to give Him praise. ഈ ആഴ്ചകളിലൊക്കെ ജീവിതത്തിൽ പലവിധ വിഷയങ്ങൾ എല്ലാവർക്കും ഉണ്ടായി കാണും. എന്നാൽ അതിൻ്റെ ഇടയിലെല്ലാം ദൈവസ്നേഹം അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചവരുണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. We might have been through many circumstances in our lives this week, but who all experienced the love of God, give Him praise. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ കാര്യങ്ങളാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. Like you said, God has been doing things beyond what we ever expected. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഹൂസ്റ്റണിൽ നിന്ന് ജോഷുവയും കിയാറയും കഴിഞ്ഞ 3 ദിവസങ്ങളായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. Last week, Brother Joshua and Sister Kiara came from Houston to attend the meetings last week. അവരവിടെ വലിയൊരു ചർച്ചിന്റെ മെമ്പേഴ്സ് ആണ്. They are members of a big church there. ചർച്ചിന്റെ പാസ്റ്റർ അപ്പോസ്തലൻ മൈക്കൽ പെട്രോയാണ്. Their pastor, his name is Apostle Michael Petro. അഞ്ച് ഡെഡ് ബോഡികളെ ഉയർപ്പിച്ച മനുഷ്യനാണ്. That man of God raised 5 people from dead. വലിയൊരു സഭയുടെ പാസ്റ്ററാണ്. He's a pastor of a big church. കഴിഞ്ഞ ദിവസം പ്രതീക്ഷിക്കാതെ അദ്ദേഹം വീട്ടിൽ വന്നു കയറി. The other day, without our expectation, unexpectedly he showed up to the pastor's house. അദ്ദേഹം ഇവിടെ സെനറ്റേഴ്സും കോൺഗ്രസ്മെനുമായിട്ടുള്ള മീറ്റിംഗിന് വേണ്ടി വന്നതാ DC-യിൽ. He came to DC to attend a meeting with senators and congressmen. ആ സമയത്ത് പെട്ടെന്ന് വിളിച്ചിട്ട് വീട്ടിലോട്ട് വരുവാന്ന് പറഞ്ഞു വന്നു. And that time he just immediately called and he said he is coming by ഞാൻ surprise. പെട്ടെന്ന് ഓർത്തത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാമച്ചൻ അവർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഹൂസ്റ്റണിൽ എന്തോ വലുത് നടക്കാൻ പോകുന്നു, DC-യിൽ എന്തോ വലുത് നടക്കാൻ പോകുന്നു, എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ടാകാൻ പോകുന്നു. ഇത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആള് വന്നു. Immediately I remember the prophetic word Pastor Samachan released where he said there will be a divine connection between Houston and DC. That's what came into my mind because as Apostle Michael Petro, he is from Houston. ഹല്ലേലൂയ. Hallelujah. നമ്മളെ ടീമായിട്ട് അവരുടെ ചർച്ചിൽ ഒരാഴ്ചത്തേക്ക് ഫുള്ളായി മിനിസ്ട്രി ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. They have been invited as a team to minister at their church for 1 whole week into his church. 10,500 പേരുള്ള ഇംഗ്ലീഷ് ചർച്ച്. The English church is has about members of 1,500 members in it. ഹല്ലേലൂയ. Hallelujah. ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യാൻ God പോകുന്നു. is going to do great things. ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായി ചലിക്കാൻ പോകുന്നു. God is going to move beyond what we ever expected. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പോയെടുത്തൊക്കെ എല്ലാവരും അഭിഷേകം പ്രാപിക്കുകയും അന്യഭാഷ പ്രാപിക്കുകയൊക്കെ ചെയ്തു. Last week as we went to Philadelphia, everyone received the Holy Spirit and the gift of tongues there. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ ദൈവിക
ശുശ്രൂഷയിലെ വലിയൊരു കാര്യമാണ് ആത്മപകർച്ചകളെ ചെയ്യുന്നത്. The greatest among the ministry of the Holy Spirit is imparting the Holy Spirit. ഹല്ലേലൂയ. Hallelujah. കാരണം ഇങ്ങനെ ശമരിയിൽ ഫിലിപ്പോസ് എന്നു ഭൂതത്തെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി. Because in Samaria, Philip went there and chastised demons and healed people. പക്ഷെ പരിശുദ്ധാത്മാവ് ആരുടെ മേലും വന്നില്ല. But the Holy Spirit didn't come upon anyone there. പത്രോസിനെ യോഹന്നാനെ വരുത്തി. Peter and John, when they went there, they brought the Holy Spirit upon them, imparted the Holy Spirit. അവർ വന്ന് കൈവച്ച ഉടനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അന്യഭാഷയിൽ When സംസാരിച്ചു. they placed hands upon them, they received the Holy Spirit and started speaking in tongues. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതിലും വലുതായി വേറൊരു വ്യക്തിക്കൊന്നും കൊടുക്കാനില്ല. There is nothing you could give bigger than giving the Holy Spirit to a person. ഹല്ലേലൂയ. ഒരു സൗഖ്യം കൊടുക്കുന്നതിനേക്കാൾ, Beyond giving a healing, ഒരു ഭൂതത്തെ പുറത്താക്കിയിട്ട് ആ വ്യക്തി അതേപോലെ വിട്ടാൽ അടുത്ത 7 എണ്ണമായിട്ട് അത് തിരിച്ചു വരും. if you cast a demon out of a person, when he goes back, there's chances 7 other demons come back to that same person. പക്ഷെ ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നാൽ, When you impart the Holy Spirit upon a person, പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ സത്യത്തിൽ the നടത്താം. Holy Spirit will lead them into truth. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ പഠിപ്പിക്കാൻ The തുടങ്ങും. Holy Spirit start to teach that person. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ ക്രിസ്തുവിനോട് The അടുപ്പിക്കാം. Holy Spirit will take that person closer to Jesus. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ മുദ്രയിട്ട് The സൂക്ഷിക്കാം. Holy Spirit will seal him and protect that person. ഹല്ലേലൂയ. ഒരു ശത്രുവിനെ തൊടാൻ കഴിയാതെ ആത്മാവ് സൂക്ഷിക്കാം. No enemy can touch him, so the Holy Spirit will protect them. ഹല്ലേലൂയ. അതുകൊണ്ട് വലിയൊരു ശുശ്രൂഷ ആത്മപകർച്ച എന്ന് The പറയുന്നത്. greatest ministry is imparting the Holy Spirit upon someone. ഹല്ലേലൂയ. Hallelujah. നമ്മൾ അതിനായി So പ്രാർത്ഥിക്കണം. we all should pray for that. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഷാജൻ ജോർജ് പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുനിഷ് പാസ്റ്ററെ കുറച്ച് തീ പോലെയുള്ള കുറച്ച് ചെറുക്കന്മാരെ കിട്ടിയിട്ടുണ്ട്, ഞാൻ വരുമ്പോൾ നമുക്ക് ഒരുമിച്ചൊരു മീറ്റിംഗ് വെക്കണം, നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് ആത്മപകർച്ച നടത്തണം. Sergeant Pastor today morning he called, I have many fire lads who are waiting. When I come, we will have a meeting together and we will rise them up. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം, ഞങ്ങൾ ഷാജൻ പാസ്റ്ററായിട്ടൊക്കെ പോകുന്നിടത്തെല്ലാം പാസ്റ്റർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഭൂതങ്ങൾക്ക് വേണ്ടി പുറത്താക്കും. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കാര്യം വരുമ്പോൾ പാസ്റ്റർ മോനിഷ് പാസ്റ്ററെ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. Wherever we go, Pastor Sergeant will heal people. He pray for people for healing, cast out demons. When it's time to impart the Holy Spirit, Pastor will ask Monish Pastor to pray for them. ഹല്ലേലൂയ. കാരണം നമ്മുടെ മേലെ ഒരു അഭിഷേകമുണ്ട്, There is anointing that is upon them. ഒരു പ്രത്യേക ഗിഫ്റ്റ് ഉണ്ട്. A unique gift is upon us. ഗ്ലോറിക്കകത്ത് സഞ്ചരിക്കുന്നവരുടെ മേൽ അങ്ങനെ അഭിഷേകത്തെ പകരാം. That anointing is important upon those who walk in the glory of God. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി അതാ. That is the calling of our God upon us. ഹല്ലേലൂയ. Hallelujah. നമ്മൾ ഒരു വ്യക്തിയോട് എത്ര യേശുവിനെ കുറിച്ച് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ മൂവ് ചെയ്യാതെ ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടത്തില്ല. No matter how much we talk about Jesus to a person, until the Holy Spirit moves and touches their heart, that Jesus is not manifested in them. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ വിളി അറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കണം. So we need to know what is our calling and you need to pray according to our calling. ഹല്ലേലൂയ. നമുക്ക് വലിയൊരു വിളിയുണ്ട്. We have a great calling. ഹല്ലേലൂയ. കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ The തെരഞ്ഞെടുത്തു. Lord Jesus said, you did not choose me, but I chose you. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. I have chosen you. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്താൽ ഞാൻ നിങ്ങളെ അപ്പോയിന്റ് ചെയ്യാം. If I chose you, I will appoint you. വിളിക്കപ്പെട്ടവർ അനേകർ, I have called many, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവർ but ചുരുക്കം. there are only few that is selected. ഹല്ലേലൂയ. അപ്പൊ വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്, ഹല്ലേലൂയ, അപ്പോയിന്റ് ചെയ്യുന്നതുണ്ട്. But there is a calling, there is selection, and there is appointment. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവായ യേശു പറയുക, And Jesus said, യോഹന്നാന്റെ സുവിശേഷം book of John, 15-ാം അധ്യായം chapter 15, അതിന്റെ 15, 16 verse 15 and 16. വാക്യങ്ങൾ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനി പറയുന്നില്ല, ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും
നിങ്ങളെ ആക്കി, നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ മതി. ഹല്ലേലൂയ. കർത്താവായ യേശു പറയുകയാണ്, ഹല്ലേലൂയ, ഒരുപാട് പേരെ വിളിച്ചതുകൊണ്ട് ആ വിളിച്ചതിൻ്റെ അകത്തുനിന്ന് ഒരു ചുരുക്കത്തെ ഞാൻ തെരഞ്ഞെടുത്തു. Lord said, Jesus said, I have called many, but only few I have selected. ആ തെരഞ്ഞെടുത്തവരോടാ കർത്താവ് ഈ And സംസാരിക്കുന്നത്. to those who have been selected, to him he is speaking. ഹല്ലേലൂയ. അനേകർ ഈ സുവിശേഷം കേട്ടു, Many heard the gospel. അനേകർ യേശുവിനെ കുറിച്ച് കേട്ടു, Many heard about Jesus. അവർക്ക് വിളി കിട്ടി. They have called, received പക്ഷെ the അവർ ആ calling. തെരഞ്ഞെടുപ്പിന്റെ അകത്ത് They കയറിയിട്ടില്ല. have not entered into that പക്ഷെ ഇന്ന് appointment. ഇതിന്റെ അകത്ത് ഇരിക്കുന്നവരെല്ലാം തെരഞ്ഞെടുപ്പ് കിട്ടിയവരാ. Everyone has received a selection. ദൈവം തെരഞ്ഞെടുത്തവരാ. You have been selected by നാം God. ദൈവത്തെ തെരഞ്ഞെടുത്തല്ല, We did not select God. ദൈവം നമ്മളെ ചോസ് ചെയ്ത. God has chosen us. ഹല്ലേലൂയ. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. God has chosen us. ഹല്ലേലൂയ. അങ്ങനെ തെരഞ്ഞെടുത്തവരോട് യേശു കർത്താവ് പറയുക, For to them who has chosen, God is saying, യേശുവിന്റെ കർത്താവായ യേശുവിന്റെ പ്രസംഗം കേട്ട് വന്ന ഒരുപാട് ജനമുണ്ട്. there are many people who heard the gospel of Jesus and came to him. 5000 4000 ഇങ്ങനെ വന്ന ഒത്തിരി പേരുണ്ട്. Many people, 3,000, 4,000 came to Jesus. പക്ഷെ അവർക്ക് വിളി കിട്ടി, പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് They എത്തിയില്ല. received a call, but they were not chosen. പക്ഷെ ഈ തെരഞ്ഞെടുത്തവരെ വിളിച്ചിരുത്തിയിട്ട് കർത്താവ് പറയുക, Amongst the people who have been chosen, Jesus said, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ടല്ല, not because you chose me, ഞാൻ നിങ്ങളെ but I തെരഞ്ഞെടുത്തു. have chosen you. ഹല്ലേലൂയ. അനേകർ ഇത് കേട്ടിട്ട് ഗ്രഹിച്ചില്ല. Many heard this and they couldn't understand. പക്ഷെ നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ But കഴിഞ്ഞെങ്കിൽ you, if you are able to understand this, നിങ്ങളെ തെരഞ്ഞെടുത്തു. you have been chosen. അനേകർക്ക് ഇന്ന് ചർച്ചിൽ വന്നിട്ടില്ല. Many have not come to church. നിങ്ങൾ ഇന്ന് ചർച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ If you have come to this church, നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തതാണ്. God has chosen you. ഹല്ലേലൂയ. അനേകർ യേശുവിനെ പ്രാർത്ഥിക്കാതിരിക്കുന്നു. Many are not praying to Jesus. നിങ്ങൾ എന്നും ദൈവത്തോട് But പ്രാർത്ഥിക്കുന്നെങ്കിൽ if you are praying to Jesus every നിങ്ങളെ day, ദൈവം you തിരഞ്ഞെടുത്തത്. have been chosen by Jesus. ഹല്ലേലൂയ. നിങ്ങൾ അനാഥരല്ല, You are not നാം orphaned. അനാഥരല്ല, We are not orphaned. നാം സ്പെഷ്യലായി ദൈവം You have been തിരഞ്ഞെടുക്കപ്പെട്ടവർ. chosen specially by നമ്മളെ Jesus. പ്രത്യേകമായി ദൈവം You have തിരഞ്ഞെടുത്തത്. been uniquely chosen by God. ഈ ഭൂമിയിൽ In this earth, എണ്ണാൻ കഴിയാത്തതുപോലെ like an uncountable number, ജാതികളും വംശങ്ങളും ഭാഷകളുമുണ്ട്. there are many tribes, nations and languages. അതിന്റെ അകത്ത് വളരെ ചുരുക്കം ജനമേ ദൈവത്തെ ഇന്ന് ആരാധിക്കുന്നുള്ളൂ. On that only a chosen few are worshiping Jesus. മുഴുവൻ ലോകത്തെ എടുത്തു വെച്ച് നോക്കിയാൽ If you look at the whole world, ഈ വിശുദ്ധ ദിവസത്തിൽ in this holy day, ദൈവത്തെ ആരാധിക്കുന്നത് to worship the Lord, വളരെ ചുരുക്കം പേര്. it's only a very handful of people who are worshiping the Lord. അല്ലെങ്കിൽ മുഴുവൻ ലോകത്തെ കൂടെ എടുത്തു If you നോക്കും. look at the whole world, ആ ചുരുക്കം പേരുടെ അകത്ത് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ that handful, if we have come in that handful, നാം ദൈവത്തെ you തെരഞ്ഞെടുത്തത് have കൊണ്ടല്ല, been chosen by God. ദൈവം നമ്മളെ But തെരഞ്ഞെടുത്തു. God has chosen us. ദൈവം നമ്മളെ The തെരഞ്ഞെടുത്തു. God has chosen us. നമുക്ക് വരാൻ തോന്നിയത് ദൈവം We തെരഞ്ഞെടുത്തിട്ടാ. came here because God has chosen നമുക്ക് us. ആരാധിക്കാൻ തോന്നുന്നത് ദൈവം നമ്മെ The തെരഞ്ഞെടുത്തിട്ടാ. intention to worship is because God has chosen us. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ തോന്നുന്നത് ദൈവം നമ്മളെ If തെരഞ്ഞെടുത്തതാ. we feel like to love God, it is because God has chosen us. ആ തെരഞ്ഞെടുത്തവരോട് പറയുക, Those chosen, God is saying, ഞാൻ നിങ്ങളെ അപ്പോയിന്റ് I ചെയ്യുക. have appointed you. ഇന്ന് പകൽ ചിലരെ അപ്പോയിന്റ് ചെയ്യുക. God is going to appoint ഹല്ലേലൂയ. you. ഞാൻ തിരഞ്ഞെടുത്തെങ്കിൽ ഞാൻ അപ്പോയിന്റ് ചെയ്ത ദൈവമാണെന്ന്. If I am a God who chose you, I am also a God who will appoint you today. എന്തിനു വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്നു? What should I appoint you നീ for? ഫലമുള്ള വ്യക്തിയായി That you will തീരണം. become a fruitful person. നീ ഒന്നുമില്ലാത്ത വ്യക്തിയാകാനല്ല, You will not be a fruitful person who will നീ be ഫ്രൂട്ട് ഉള്ള fruitless. വ്യക്തിയായി But you തീരണം. will be a fruitful നീ person. ആത്മാവിന്റെ ഫലമുള്ള That വ്യക്തിയാകണം. you will bear the fruits of the Holy Spirit. ഈ ഫലത്തിന്റെ പ്രത്യേകത എന്താ? Unique of this Holy Spirit's fruit. ഈ ഫല സന്തോഷമുണ്ട്, Then there is joy in this സമാധാനമുണ്ട്, fruit. There is peace in it. സൗമ്യതയുണ്ട്, There is kindness. വിശ്വാസമുണ്ട്, There is faith in it. ദീർഘക്ഷമയുണ്ട്, There is patience. പരോപകാരമുണ്ട്, There is forbearance. ഹല്ലേലൂയ, സെൽഫ് കൺട്രോൾ ഉണ്ട്. There is self-control in it. നീ ഫലമുള്ള വ്യക്തിയായി You തീരാം. become fruitful. നീ എന്ന് കരയുന്ന വ്യക്തിയാകാനല്ല, It's not supposed to cry every day. എന്ന് സന്തോഷിക്കുന്ന Today is the വ്യക്തിയാണ്. day to rejoice. ഹല്ലേലൂയ. എന്ന് പരാതി പറയുന്ന വ്യക്തിയല്ല, Not to complain every day.
എന്ന് സമാധാനമുള്ള വ്യക്തിയായി but to be a person of peace. ഹല്ലേലൂയ. എന്നും എന്നെ സഹായിക്കണമേ എന്ന് കൈനീട്ടാനല്ല, It's not that you stretch out your hands നീ for മറ്റു people to വ്യക്തിയെ help you, സഹായിക്കുന്ന പരോപകാരം ചെയ്യുന്ന but that വ്യക്തിയായി you become a person of kindness. You will extend help to others. ഇങ്ങനെ ഫലം കായ്ക്കാൻ That you be fruitful. ദൈവം അപ്പോയിന്റ് God ചെയ്തിരിക്കുന്നു. has appointed you. ഹല്ലേലൂയ. ഒന്നും കൂടെ വായിച്ചേ. ഹല്ലേലൂയ. 16 വാക്യം. Let's read verse 16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും മതിയെ. ഹല്ലേലൂയ. All of you have not chosen me, but I have chosen you and ordained you, that you all should go and bring forth fruit, and that your fruit should remain. ഹല്ലേലൂയ. അങ്ങനെ യേശു എന്നെ തിരഞ്ഞെടുത്തതാണെന്ന് If you think Jesus chose me, വിശ്വസിക്കുന്നവർ if you believe that, കരങ്ങളെ ഉയർത്തിയിട്ട് raise your hands പറ, ദൈവം എന്നെ അപ്പോയിന്റ് and ചെയ്തിരിക്കുകയാണ്. say, God has appointed me. ഈ മാസം മുതൽ ഞാൻ ഫ്രൂട്ടുള്ള From വ്യക്തിയാകാം. this month I will be a person with bearing fruits. ആ ഫ്രൂട്ട് നിലനിൽക്കാം. That fruit will remain. എന്റെ സന്തോഷം ഈ മാസത്തിൽ വന്ന് അടുത്ത മാസം പോകുന്നതല്ല. My joy will not stand here and go away next month, എന്റെ ഫ്രൂട്ട് but my fruit നിലനിൽക്കാം. will remain. ഹല്ലേലൂയ. എന്റെ സമാധാനം My peace, ഈ മാസം കിട്ടിയിട്ട് if I receive this അടുത്ത month, മാസം പോകത്തില്ല. will not vanish next month. കാരണം എന്റെ യേശു പറഞ്ഞത്, Because my Jesus നീ said, ഫലം കായ്ക്കേണ്ടതിനും so that you bear നിന്റെ fruit, ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിന്നെ അപ്പോയിന്റ് I ചെയ്തു. have appointed you. ഞാൻ നിന്നെ അപ്പോയിന്റ് I ചെയ്തു. have appointed you. എന്തിനാണ് ഫ്രൂട്ട് ഉണ്ടാകാനും That you be fruitful. നിന്റെ ഫ്രൂട്ട് That your നിലനിൽക്കേണ്ടതിനും. fruit should remain. ഓ പറഞ്ഞ എന്റെ ഫ്രൂട്ട് Say, നിലനിൽക്കാം. my fruit will remain. എന്റെ സന്തതികൾ My നിലനിൽക്കാം. generation will remain. എന്റെ ആരോഗ്യം My നിലനിൽക്കാം. health will remain. ഓ ഹല്ലേലൂയ. എന്റെ സമ്പത്ത് My നിലനിൽക്കാം. wealth will remain. എന്റെ അഭിഷേകം My നിലനിൽക്കാം. anointing will ഓ remain. എന്റെ സഭ ദേശത്ത് My നിലനിൽക്കാം. church will remain in the ഹല്ലേലൂയ. അത് nation. ഫ്രൂട്ട് ഉണ്ടാകാം. There will be fruit bearing in എന്റെ it. കുടുംബത്തിൽ ഫ്രൂട്ട് In my ഉണ്ടാകാം. family there will be fruit bearing. അത് നിലനിൽക്കാം. And it will remain. എന്റെ സാലറിയിൽ ഫ്രൂട്ട് My ഉണ്ടാകാം. salary will bear fruit. അത് നിലനിൽക്കാം. And it will remain. എന്റെ ജോലിയിൽ ഫ്രൂട്ട് In my ഉണ്ടാകാം. job there will be fruit. എന്റെ ആരോഗ്യത്തിൽ ഫ്രൂട്ട് In my ഉണ്ടാകാം. health there will be fruit. അത് നിലനിൽക്കാം. And it will remain. ഓ എന്റെ ജീവിതം മുഴുവനും And all my life. ഫ്രൂട്ട്ഫുൾ ആക്കുന്ന വർഷങ്ങളാണെന്ന്. Year that will be made ഓ fruitful. ആത്മാവിൽ അതിനെ Can സ്വീകരിക്കുന്നവർ you കരങ്ങളെ receive it in the Holy Spirit? ഓ പരിശുദ്ധാത്മാവ് വ്യക്തമായി ചിലരോട് പറയുന്നു. ഓ മൈക്കിളിനോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഫ്രൂട്ട് ഉണ്ടാകാൻ പോകുന്നു. നിന്റെ ലൈഫിൽ ഫ്രൂട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ മാസം മുതൽ ഓ ഫ്രൂട്ട് ഉള്ള വ്യക്തിയാകാൻ പോകുന്നു. നിലനിൽക്കുന്ന ഫ്രൂട്ടുകൾ ഉണ്ടാകാൻ പോകുന്നു. അത് നിന്റെ ജോലിയിൽ, നിന്റെ പേഴ്സണൽ ലൈഫിന്റെ അകത്ത്, ഓ റബ നിന്റെ വിശ്വാസത്തിന്റെ മേഖലയിൽ ഓ ദൈവിക അപ്പോയിന്റ്മെന്റ് വീഴുന്നു. നിന്റെ മേലൊരു സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ്. ഓ ഈ ഏപ്രിൽ മാസത്തിൽ ഓ നീ ദൈവത്താൽ ചോസ് ചെയ്ത വ്യക്തിയാണെങ്കിൽ ഓ നിന്റെ മേലൊരു അപ്പോയിന്റ്മെന്റ് പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു. Hallelujah. Hallelujah. എന്റെ മേലൊരു അപ്പോയിന്റ്മെന്റ് വന്നെന്ന് If you വിശ്വസിക്കുന്നു. believe there's appointment about me, അങ്ങനെ അപ്പോയിന്റ്മെന്റ് ലഭിച്ചെങ്കിൽ if you receive that appointment, കർത്താവ് പറയുക, God is saying, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പിതാവിനോട് you ചോദിക്കുക. ask whatever to your father. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്റെ പിതാവിനോട് Ask ചോദിക്കുക. whatever you want from എന്റെ the പിതാവ് father. അത് നിങ്ങൾക്ക് And my തന്നിരിക്കും. father will give that to എന്റെ you. പിതാവ് നിങ്ങൾക്ക് തരേണ്ടതിന്, For my father to give that to you. ആ തരേണ്ടതിന് For him to give that to you. നിങ്ങൾ അപേക്ഷിക്കുക. You ask എന്റെ him. പിതാവിനോട് ചോദിക്കുക. And tell the father, ഓ നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, you have been chosen. ഒരു അപ്പോയിന്റ്മെന്റ് എന്റെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്ന If you വ്യക്തിയാണെങ്കിൽ believe that there's appointment ഇന്ന് upon പകൽ me, ചോദിക്കുക ദൈവത്തോട്. today you ask your father. ദൈവത്തോട് ചോദിക്കുക. ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം. ഇന്ന് പകൽ നീ എന്ത് ചോദിച്ചാലും, Whatever you നീ ask, എന്ത് ചോദിച്ചാലും whatever
you ഈ ask. മാസത്തിൽ അത് നിന്നിൽ നിന്ന് പുറത്തു വരുമെന്ന്. നീ എന്ത് ചോദിച്ചാലും ഈ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ ആ ഫ്രൂട്ട് ഉണ്ടാകും, അത് നിലനിൽക്കും. അപേക്ഷിപ്പീൻ, അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. യേശു കർത്താവ് പിതാവ് തരുവാനായിട്ട് തന്നെ, അതിന് പിന്നെ മാറ്റമില്ല. God is ready to give and there is no change in it. Hallelujah. Hallelujah. അതിന് പിന്നെ മാറ്റമില്ല. There is no change to it. ദൈവം തന്നിരിക്കും. God when Father will give that to you. Hallelujah. 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 സ്പെഷ്യൽ തിരഞ്ഞെടുപ്പ്, A special appointment. ഇതേ കാര്യമാണ് The same thing. യേശു കർത്താവ് പറഞ്ഞ ഇതേ കാര്യം Jesus said the same thing. അന്നേരം എത്ര പേർക്ക് മനസ്സിലായെന്ന് I അറിയത്തില്ല. don't know how many people understood that time. പക്ഷെ കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് വരുമ്പോൾ God said when you receive the Holy അവൻ ഇത് Spirit, വെളിപ്പെടുത്തി He will reveal this to you. ഓ പൗലോസിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ And the Holy Spirit came upon Paul. പൗലോസ് സഭകളെ നോക്കിയിട്ട് പറഞ്ഞു, Paul looked at the churches and said, നിങ്ങളെ ദൈവ ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ and തിരഞ്ഞെടുക്കപ്പെട്ട God has chosen you before the foundation of the earth. ഒരു സ്പെഷ്യൽ വിളി A നിങ്ങൾക്കുണ്ട്. special appointment and calling is upon ഹല്ലേലൂയ. you. നിങ്ങൾ അത് തിരിച്ചറിഞ്ഞാൽ, And you should, if we know it, നിങ്ങൾ അത് വിശ്വസിച്ചാൽ, if we believe in it, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നു. for those who believe there is a അവന്റെ power, ശക്തിയുടെ അളവറ്റ വലിപ്പം the ഇന്നതെന്ന് power and the length and breadth നിങ്ങൾ of this തിരിച്ചറിയാൻ power, തുടങ്ങും. you will understand and ഓ realize ഈ മാസം it. മുതൽ നീ തിരിച്ചറിയാൻ This തുടങ്ങും. month you will realize നിന്റെ there മേലൊരു വിളിയുണ്ടെന്ന്. is a calling upon You you. are specially chosen You ആണെന്ന്. have been specially chosen. ഹല്ലേലൂയ. ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന്. That you have an appointment നീ upon you. വിശ്വസിച്ചാൽ, If you believe it, വിശ്വസിക്കുന്നവർക്ക് for വേണ്ടി those who believe it, വ്യാപരിക്കുന്ന there is a power that ഓ moves. ദൈവത്തിന്റെ ശക്തിയുടെ There is a power that അളവറ്റ moves. വലിപ്പം There is the length and breadth of His ഇന്നത് power. എന്ന് You will know what it is. ഓ നിങ്ങൾ അറിയോ. And you will ഈ know മാസം it. നീ അറിയുന്ന This മാസമാണ്. month till you know നിന്റെ the power of ജീവിതത്തിൽ God. അറിയുന്ന And you will know ദിവസങ്ങളാണ്. it in your life. ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം You ഇന്നതെന്ന്. will know the length and breadth of His power. ഓ ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പൗലോസ് സഭയോട് പറഞ്ഞു, The Holy Spirit told Paul through Paul. എഫെസ്യ സഭയോട് He പറഞ്ഞു, told the church of Ephesus. കൊലോസ്യ സഭയോട് He പറഞ്ഞു, told the church of Colossians ഹല്ലേലൂയ, നിങ്ങൾ അനാഥരല്ല. that you are not orphaned. ഹല്ലേലൂയ, നിങ്ങളെ ആർക്കും വേണ്ടാത്ത That വ്യക്തികളല്ല. no one has not cast you out. ഇന്നും ഇന്നലെ അല്ല നിങ്ങളെ You have തെരഞ്ഞെടുത്തത്. not been chosen yesterday or the day before. ലോക സ്ഥാപനത്തിനു മുമ്പ് That you have been chosen before the foundation of the നിങ്ങളെ earth. God has. ക്രിസ്തുവിൽ In തെരഞ്ഞെടുത്തു. Christ He has chosen you. അവൻ നിങ്ങളെ ദത്തെടുത്തു. And He has അതുകൊണ്ട് taken care നിങ്ങൾ of you. അനാഥരല്ല. And He has not left you orphaned. അർത്ഥം ഒന്നും കൂടെ പറഞ്ഞാൽ, If I tell you again, ഞാൻ യേശുവിനെ അറിഞ്ഞ് സ്നാനപ്പെട്ടപ്പോഴല്ല യേശു എന്നെ തെരഞ്ഞെടുത്തത്. it is not when I knew Jesus and came took baptism that God Jesus chose me. ഹല്ലേലൂയ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ Even before I was born, എന്റെ യേശുവിനെ അറിയാൻ. my Jesus knew me. ഹല്ലേലൂയ, ഞാൻ തിരിച്ചറിഞ്ഞില്ലെന്നേ ഉള്ളൂ. It is just I did not realize യേശു it, എന്നെ അറിഞ്ഞു. but my Jesus knew അറിഞ്ഞത് it. കൊണ്ടാ ഇന്ന് ഇവിടെ It is ഇരിക്കുന്നത്. because He knew it. That's why I am here. അവൻ എന്നെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ If I had known that ഈ He had not സന്തോഷം known me, ഒരിക്കലും ഞാൻ I would അനുഭവിക്കത്തില്ല. never experience this joy. അവൻ നമ്മെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ If He had not known me, നാമും ഇന്ന് ലോകക്കാരെ പോലെ He would be like the people of the world. ഓ ലോകത്തിന്റെ പിന്നാലെ പോയി. For He behind the world. ഹല്ലേലൂയ, അവൻ നമ്മെ അറിഞ്ഞു. But He has known us. അവൻ നമ്മെ വില കൊടുത്തു, He വിലയ്ക്ക് has വാങ്ങി. paid the price and bought us. അവൻ നമ്മളെ ഹല്ലേലൂയ തിരഞ്ഞെടുത്തു. He has chosen us. നമ്മളെ അപ്പോയിന്റ് ചെയ്തു He has- ദൈവ He has വേലകൾക്കായി. appointed for the ministry of God. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിന്റെ അകത്തായി ഇന്ന് നിൽക്കുന്നത്. Today you are standing in the appointment. ഈ തിരഞ്ഞെടുപ്പിന്റെ അകത്ത് അപ്പോയിന്റ്മെന്റ് പ്രാപിച്ചു നിൽക്കുന്നവർ എന്ത് ചോദിച്ചാലും ദൈവം ചെയ്യും. In this chosen people, if you have been appointed, whatever you ask, the Father will give it to you. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം In the book of Isaiah, 44 chapter 44, 3, 4, 5 വാക്യങ്ങൾ. verse 3, 4, and 5. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും
നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. For I will pour out water on him who is thirsty, and floods on the dry ground. I will pour my spirit on your descendants, and my blessing on your offspring. ഹല്ലേലൂയ. ഒന്ന് ആ വാക്യം ഒന്നിട്ട് ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും I will give water upon those who are thirsty, വരണ്ട നിലത്ത് നീരൊഴുക്കും. and upon dry ground I will send floods. എവിടെ ആര് എന്തിന് ദാഹിച്ചിരിക്കുന്നു Wherever whoever is thirsty, അവിടെ ദാഹജലം കൊടുക്കാം. there I will give them water. എവിടെയാണോ നിന്റെ വരൾച്ചയുള്ളത്, അത് ആരോഗ്യത്തിലോ സാമ്പത്തികത്തിലോ ഏത് മേഖലയിലാണോ അവിടെ എല്ലാം വരൾച്ച ഉള്ളിടത്തെല്ലാം നീരൊഴുക്കിനെ പകരും. Wherever you are experiencing dryness in your health, in your wealth, there I will send the floods. പക്ഷെ നിന്റെ മേലെ But upon you, നീ സ്പെഷ്യലാ. you are special. നീ ദൈവത്താൽ You തിരഞ്ഞെടുക്കപ്പെട്ട have been വ്യക്തിയാണ്. chosen by God. ഹല്ലേലൂയ. ദൈവം നീതിമാന്റെ മേലും ദുഷ്ടന്റെ മേലും ഒരേ സമയം മഴ പെയ്യും. God sends rain upon ഒരേ the സമയം righteous വെള്ളം and wicked, കൊടുക്കാം. and gives them water at the same time. ഒരേ സമയം സൂര്യനെ He ഉദിപ്പിക്കും. rises the sun upon them at the same time. പക്ഷെ നിന്റെ മേൽ But upon you, നീ സ്പെഷ്യലാ. but you are special to me. നിന്റെ മേൽ എൻ്റെ ആത്മാവിനെ, Upon you I will send my നിന്റെ സന്തതി spirit. മേൽ എൻ്റെ ആത്മാവിനെ, Upon your offspring and my നിന്റെ spirit. സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും Upon your പകരാം. offspring I will നീ send my സ്പെഷ്യലാണെങ്കിൽ blessing. You are special. നിന്റെ മേൽ ആത്മാവിനെ പകരാം. Upon you I will send my Holy Spirit. ആത്മാവ് വന്നാൽ If the Holy Spirit comes, ഹല്ലേലൂയ, എത്ര വരണ്ടതോ no matter how dry it is, മലവാടിയായി it തീരും. will turn into gardens. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഒരു സ്പെഷ്യലാ You ദൈവം. are a special person. പറഞ്ഞ ഇന്ന് ഞാൻ ദൈവത്തിന് ഒരു Today സ്പെഷ്യലാ. say I am a special person for ഹല്ലേലൂയ. God. എൻ്റെ മേൽ അവന്റെ ആത്മാവിനെ And പകരാം. upon me the Holy Spirit has been given. എൻ്റെ മേൽ ഒരു ആത്മപകർച്ച നടന്നാൽ Upon me if the Holy Spirit impartation happens, എന്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടും. my generation will be blessed. എൻ്റെ മേൽ ഒരു ആത്മപകർച്ച നടന്നാൽ Upon me if the impartation എന്റെ happens, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. my children offspring will be blessed. നാം അധ്വാനിക്കുന്ന മുഴുവൻ തലമുറ അനുഗ്രഹിക്കപ്പെടാനാ. We all toil so that offsprings may be blessed. ഹല്ലേലൂയ. ഈ അമേരിക്കയിൽ വന്നിട്ട് In America when we came, കടന്ന് ഈ രാവും പകലും ജോലി ചെയ്യുക, we've been working, toiling day and night. അധ്വാനിക്കുക. We earned. ഇതെല്ലാം തലമുറകൾ They നന്നാവണം. earned that so our അവർ generation may be blessed. അനുഗ്രഹിക്കപ്പെടണം. So they may be blessed. പക്ഷെ ദൈവം പറയുക, To them God says, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ for your generation to be നിന്റെ blessed, മേൽ ഒരു ആത്മപകർച്ച upon you ഉണ്ടാകണം. there needs to be a Holy നിന്റെ Spirit മേൽ ഒരു impartation. ആത്മപകർച്ച There ഉണ്ടായാൽ needs to be a Holy Spirit നിന്റെ തലമുറകൾ impartation. That അനുഗ്രഹിക്കപ്പെടും. your blessed children നീ may be ഒരു ആത്മീയ blessed. വ്യക്തിയാണെങ്കിൽ If you are a spiritual നിന്റെ മേൽ ഒരു person, ആത്മപകർച്ച നടന്നാൽ that has spiritual നിന്റെ ആത്മീയ impartation സന്തതികൾ happens, that your അനുഗ്രഹിക്കപ്പെടും. children may be നീ ഇത് blessed. കുടുംബപരമായി നോക്കിയാൽ If you look at the family, നിന്റെ മേൽ ഒരു ആത്മപകർച്ച നടന്നാൽ the impartation നിന്റെ of the Holy Spirit കുടുംബത്തിലെ happens. സകലതും അനുഗ്രഹിക്കപ്പെടും. Everything in your family will be blessed. നീ ഒരു ദേശത്തിന് വേണ്ടി നിൽക്കുന്ന If you വ്യക്തിയാണെങ്കിൽ, are a person standing for the nation, നീ ഒരു സ്റ്റേറ്റിന് വേണ്ടി നിൽക്കുന്ന if you are വ്യക്തിയാണെങ്കിൽ, standing for a state, നീ ഒരു സിറ്റിക്ക് വേണ്ടി നിൽക്കുന്ന if you are വ്യക്തിയാണെങ്കിൽ, standing in the midst for a പ്രാർത്ഥിക്കുന്ന city, വ്യക്തിയാണെങ്കിൽ, if you are standing for a city, നിന്റെ മേൽ ഒരു ആത്മപകർച്ച upon നടന്നാൽ your if the നിന്റെ impartation will happen, സിറ്റി that അനുഗ്രഹിക്കപ്പെടും. your city may be നിന്റെ blessed, രാജ്യം that your അനുഗ്രഹിക്കപ്പെടും. nation may be blessed. നിന്റെ മേൽ ഒരു ആത്മപകർച്ച If an impartation happens of the ഇന്ന് Holy Spirit, രാത്രിയിൽ, this morning, ഇന്ന് പകൽ, in this day, തിരഞ്ഞെടുക്കപ്പെട്ടവർ, you have been chosen, അപ്പോയിന്റ്മെന്റ് കിട്ടിയവരുടെ you have മേൽ received appointment. ഒരു ആത്മപകർച്ച ഉണ്ടാകുമെന്ന് Impartation may it happen. Mashallah, Bariyan Thuruba. കർത്താവായ യേശു പറഞ്ഞു, Jesus ഈ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, You are a chosen person. അപ്പോയിന്റ് ഫ്രൂട്ട്ഫുൾ ആകാൻ വേണ്ടി ദൈവം അപ്പോയിന്റ് ചെയ്തതാണെങ്കിൽ And God, if you have been appointed to be fruitful, പിതാവിനോട് ചോദിക്കാം. you ask the Father. നീ വെള്ളത്തിനായി If ചോദിക്കണ്ട, you ask for, you don't have to ask for water. നീരൊഴുക്കായി ചോദിക്കണ്ട, You don't have to ask for floods. നീ ആത്മാവിനായി You ask ചോദിക്കാം. for the Holy Spirit. ഹല്ലേലൂയ. Hallelujah. ആത്മാവിനായി You ചോദിക്കാം. ask for the Holy ഓ Spirit. ദേശം That the അനുഗ്രഹിക്കപ്പെടും, nation be blessed. കുടുംബങ്ങൾ So അനുഗ്രഹിക്കപ്പെടും. that the family be ഓ ഇന്ന് blessed. വിശ്വാസത്തിൽ ആരെങ്കിലും അങ്ങനെ Is പറയാനുണ്ടോ? there anyone could say in faith? അടുത്ത വാക്യം വായിച്ചേ. The next verse it says, ആ ഉള്ള മുളച്ചു വരും. പോട്ടെ. ആ ഞാൻ യഹോവയ്ക്കുള്ളവനെന്ന് ഒരുത്തൻ പറയും, മറ്റൊരുത്തൻ തനിക്ക് യാക്കോബിന്റെ പേരെടുക്കും,
വേറൊരുത്തൻ തന്റെ കൈമേൽ യഹോവയ്ക്കുള്ളവനെന്ന് എഴുതി ഇസ്രായേൽ എന്ന് മറുപേരെടുത്തു. Amen. One will say, I am the Lord. Another will call himself by the name of Jacob. Another will write with his hand the Lord's and the name himself by the name of Israel. അപ്പോൾ ഒരുത്തൻ ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്ന് ഹല്ലേലൂയ പേരെടുത്തു. One will say, I am the Lord's. ഒരുത്തൻ പറഞ്ഞു, സ്വയം പറഞ്ഞു ഞാൻ യഹോവയ്ക്കുള്ളവൻ. One himself says, I am of the Lord. വേറൊരുത്തൻ യാക്കോബിന്റെ പേരെടുത്തു. Another one takes the name of Jacob. മറ്റൊരുത്തൻ ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്ന് എഴുതി. Another one says, I am of the Lord, and he writes down in his hand. വേറൊരുത്തൻ ഇസ്രായേൽ എന്ന് മറുപേരെടുത്തു. And another one takes the name of Israel നോക്കി instead. എത്ര ടൈപ്പ് ആൾക്കാരെ See how പരിശുദ്ധാത്മാവ് many type of people Holy Spirit is revealing. ഒരുത്തൻ യഹോവയ്ക്കുള്ളവൻ എന്ന് വിളിച്ചു പറയുന്നവൻ, One calls out and says, I am of the Lord. മറ്റവൻ യാക്കോബ് എന്ന പേരെടുത്തവൻ, Another one takes the name of Jacob. വേറൊരുത്തൻ ഹല്ലേലൂയ കയ്യിൽ എഴുതിയവൻ, Another one he writes it in the hand that he's of the Lord. ഹല്ലേലൂയ വേറൊരുത്തൻ ഇസ്രായേൽ എന്ന് And മറുപേരെടുത്തു. another one takes the name of Israel. ഇങ്ങനെ ഒരുപാട് പേർ നിൽപ്പുണ്ട്. There are many people standing ഇങ്ങനെ there. ഒരുപാട് പേർ നിൽക്കുമ്പോൾ Even when there are many ദൈവം people ഇവരെ standing, ആരെ അല്ല നോക്കുന്നത്, God does not look at any of നീ them. എന്തെഴുതി വെച്ചിരിക്കുന്നു, But what you have written down, ഹല്ലേലൂയ നീ സ്വയം എന്ത് പറയുന്നു, what you are saying by yourself. ഹല്ലേലൂയ ദൈവം അന്വേഷിക്കുന്ന മറ്റൊരു വ്യക്തിയാ. God is seeking another ഇങ്ങനെ person. പറയുന്നതൊന്നും കൊള്ളത്തില്ലെന്നല്ല ഞാൻ He's പറഞ്ഞത്. not saying that none of them are not good. നീ എന്ത് പ്രസ്താവിച്ചാലും Whatever you proclaim, അത് തന്നെ സംഭവിക്കാം. that will happen upon you. പക്ഷെ ദൈവം ഒരു സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റിനായി ചിലരെ God അന്വേഷിക്കുന്നു. is seeking some people for a special ഇന്ന് appointment. പകൽ ചിലരെ സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. Today God is going to specially appoint some ആരെയാന്ന് people. ചോദിച്ചാൽ, Who? ആരെയാന്ന് ചോദിച്ചാൽ, If you ask me who, അടുത്ത വാക്യം വായിച്ചേ. let's read the next verse. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, Thus says the Lord, King of Israel, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ and the Redeemer, the Lord of hosts. ഇപ്രകാരം അരുളി And ചെയ്യുന്നു, he proclaims likewise, ഞാൻ ആദ്യനും I am the first, I അന്ത്യനുമാകുന്നു, am the last, ഞാനല്ലാതെ ഒരു ദൈവമില്ല. and beside me there is ദേ no ഒരുത്തൻ God. നിന്ന് ഞാൻ യഹോവയ്ക്കുള്ളവനാന്ന് വിളിച്ചു പറയുമ്പോൾ, One says, I am of the Lord, ഒരുത്തൻ നിന്ന് യാക്കോബ് എന്ന പേരെടുക്കുമ്പോൾ, takes the name of Jacob, ഒരുത്തൻ നിന്ന് ഞാൻ യഹോവയ്ക്കുള്ളവനാന്ന് എഴുതി one വെക്കുമ്പോൾ, writes down, I am of the Lord in his hand, ഒരുത്തൻ ഇസ്രായേൽ എന്നുള്ള മറുപേരെടുക്കുമ്പോൾ, another takes up the name of Israel. ഓ ദൈവം നിന്ന് വിളിച്ചു പറയുക, God proclaims and says, ഹല്ലേലൂയ ദൈവം നിന്ന് വിളിച്ചു and പറയുക, God says, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, I am the one who's first and the ഞാനല്ലാതെ വേറൊരു last. ദൈവമില്ല, There is no God like me. ഞാനല്ലാതെ വേറൊരു There is ദൈവമില്ല. no God beside me. എന്നിട്ടോ അടുത്ത വാക്യം, And then he says, ഞാൻ and I പുരാതനമായ ഒരു ജനത്തെ I will appoint ancient people. സ്ഥാപിച്ചതു മുതൽ. From the time it അപ്പൊ was appointed, ദൈവം അന്വേഷിക്കുന്നത് പുരാതനമായ സമയം മുതൽ ഒരുത്തനെ God അന്വേഷിക്കുക. is looking for a person from the ancient times. ഹല്ലേലൂയ. Hallelujah. ഞാൻ എന്ന പോലെ വിളിച്ചു പറയുകയും Who will say, however I proclaim, പ്രസ്താവിക്കുകയും and he declares it, എനിക്ക് വേണ്ടി and for me ഒരുക്കി വെക്കുകയോ he will ready it. ചെയ്യുന്നവൻ ആർ? Who is that who will do it? ഹല്ലേലൂയ. മനസ്സിലായോ? Have you understood it? ദൈവം നിന്ന് വിളിച്ചു പറയുക, God is proclaiming, ഞാൻ പുരാതനമായ ഒരു ജനത്തെ സ്ഥാപിച്ച നാൾ മുതൽ from the time I appointed the ancient ഞാൻ people, ഒരുത്തനെ അന്വേഷിക്കുക. I'm looking for someone. അവന്റെ പ്രത്യേകത, The uniqueness of that person, അവൻ ഞാൻ എന്ന പോലെ വിളിച്ചു പറയും. he will say, as I would എന്നുവെച്ചാൽ അവൻ proclaim, ദൈവത്തിന്റെ that ശബ്ദമായിരിക്കും. he is the voice of അവൻ God. ദൈവത്തെ പോലെ വിളിച്ചു He will പറയുന്നവനാണ്. proclaim like God അവൻ അത് himself. പ്രസ്താവിക്കുന്നവനാണ്. And he will declare it. അവൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ ഭീരുവിനെ പോലെ പറയുന്നവനല്ല. When he declares it, he will not be അവൻ- like a fearful അവൻ person. എന്തെങ്കിലും പ്രസ്താവിച്ചാൽ ആർക്കെങ്കിലും വേണ്ടി പ്രസ്താവിക്കുന്ന പോലെയല്ല. When he declares it, it will not be for someone else. അവൻ ദൈവത്തെ പോലെ ചിലത് വിളിച്ചു And he പറയുന്നവൻ. will declare it like God അങ്ങനെ himself. പ്രസ്താവിക്കുന്നവൻ. And he who declares it like അവനെ that, കുറിച്ച് പറയുക, പുരാതന ജനത്തെ സ്ഥാപിച്ചപ്പോൾ മുതൽ അവനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. and God is saying, I have സ്പെഷ്യലി അപ്പോയിന്റ് ചെയ്ത് specially വെച്ചിരിക്കുകയാണ്. appointed some പുരാതനമായ ഒരു ancient times. ജനത്തെ സ്ഥാപിച്ചപ്പോൾ മുതൽ From the time- ഒരുത്തനെ അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. From the ancient times
of people, I have appointed that person. അവന്റെ പ്രത്യേകത The uniqueness of that person. അവൻ എന്നെ പോലെ വിളിച്ചു He പറയും. will call it അവൻ like എന്നെ I പോലെ would. പ്രസ്താവിക്കും. He will declare like I ഓ would. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീരുവിനെയും ഹല്ലേലൂയ ലോകത്തെ പോലെ സംസാരിക്കുന്നവനെ അല്ലെന്ന്. He means not like a meek person or the people of the world. ഞാൻ ദൈവത്തിനുള്ളവനാന്ന് വിളിച്ചു That പറഞ്ഞിട്ട് he would say, even if he says I am of the Lord, ഞാൻ പിശാചിനെ പോലെ സംസാരിച്ചിട്ട് കാര്യമില്ല. but there is no use if I speak like the devil. ഞാൻ ദൈവത്തിനുള്ളവനാണെന്ന് കയ്യിൽ എഴുതി വെച്ചിട്ട് Even if I write I am of the Lord in my hand, ഞാൻ ലോകക്കാരനെ പോലെ പ്രസ്താവിച്ചാൽ if പറ്റത്തില്ല. I declare it like the people of the Lord, there is no use. ഹല്ലേലൂയ. Hallelujah. ഇവിടെ മനസ്സിലാകുന്ന രീതി പറഞ്ഞു. In a way you could more understand. ഹല്ലേലൂയ. നിനക്കൊരു രോഗം വന്നാൽ If we have a sickness in you, ഹല്ലേലൂയ നീ ലോകക്കാരെ പോലെ ഇതിൽ വിളിക്കരുത്. do not call them like the ലോകക്കാർ people of the പ്രസ്താവിക്കുന്ന world. പോലെ പ്രസ്താവിക്കരുത്. Do not declare like the people of the ഹല്ലേലൂയ നീ world. ദൈവം പ്രസ്താവിക്കുന്നത് പോലെ പ്രസ്താവിക്കണം. But declare it like നിന്റെ the Lord രോഗത്തെ God. നോക്കിയിട്ട് Look at the ഇത് sickness. മരുന്നെടുത്താൽ സൗഖ്യം വരത്തില്ലെന്ന് പറയാനല്ല, എന്റെ യേശുവിന്റെ നാമത്താൽ ഇത് മാറുമെന്ന് But to declare ദൈവത്തെ പോലെ പ്രസ്താവിക്കുന്ന But to declare like the Lord that in the name of the Lord the sickness will go away. നിന്റെ മുമ്പിലുള്ള ചെങ്കടലിനെ നോക്കിയിട്ട് Look at the Jordan in front of you and the Red Sea in front of you. എത്ര ദൈവത്തിന്റെ ജനമാണെന്ന് പറഞ്ഞാലും How much ever you say you are the people of the ഇസ്രായേൽ Lord, എന്ന മറുപേരെടുത്തിട്ട് even if you take the name of നീ Israel, ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് and you stood in front of the Red Sea, ദൈവം കൊല്ലാൻ കൊണ്ടുവന്നയാന്നോ എന്ന് ചോദിച്ചാൽ if we ask this God brought me ഒരു to kill me, പ്രയോജനവും ഇല്ല. there is no use. പക്ഷെ ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് But നിന്നിട്ട് when you stand in front നീ of the Red ദൈവത്തെ Sea, പോലെ ചെങ്കടലിനെ നോക്കി and you look at the Red Sea, ഓ എന്റെ ദൈവത്താൽ വഴിമാറാൻ പറഞ്ഞാൽ proclaim in the name നിന്റെ of the മുമ്പിലെ Lord, you stand ചെങ്കടൽ away. Even ഓ if the Red റാപ Sea is കശാകാലബ standing in front of you. കബാലബ ചുടബാലബ ശബാലബ കബാലബ ബബബബബ Oh, Rivam ഈ കാലശാല ധാര കബാലബ ചുടബാലബ ശിയ കബാലബ ഇന്ന് ഇങ്ങനെ പ്രസ്താവിക്കുന്ന ചിലരെ Is there anyone who will declare ദൈവ like this? പുരാതന കാലം മുതലേ ക്രിസ്തുവിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവരെ പുറത്തെടുക്കുന്ന പകലാണെന്ന്. Yes, today he's taking them Raba shala out. kabalaba shabanaba Rabalaba shabalaba kabalaba rabalaba Ribalaba shaba kabalaba. ഇസ്രായേലിനെ വിളിച്ച കാലത്തിലല്ല, ദൈവം പറഞ്ഞ പുരാതനമായ ഒരു ജനത്തെ I have been looking for the ancient സ്ഥാപിച്ച നാൾ മുതൽ times, the time he appointed the ancient people. ചിലരെ സ്പെഷ്യലായി അപ്പോയിന്റ് He has ചെയ്തിട്ടുണ്ട്. specially appointed some people. ഹല്ലേലൂയ. അത് കയ്യിൽ എഴുതിയാലും വിളിച്ചു പറഞ്ഞാലും മറുപേരെടുത്തിട്ട് കാര്യമില്ല. There's no use even if you write or share, എന്നെ proclaim പോലെ it. വിളിച്ചു പറയാൻ, But can you declare it എന്നെ like പോലെ God? പ്രസ്താവിപ്പാൻ. Can you declare ഇന്ന് it നിന്റെ like God? പ്രതികൂലങ്ങളെ നോക്കിയിട്ട് When you look at your പ്രശ്നങ്ങളെ circumstances നോക്കിയിട്ട് and look at your ഞങ്ങൾ problems, ദൈവമക്കളാന്ന് പറയുന്നുണ്ട്. and you say I'm child of God, പക്ഷെ പ്രശ്നത്തിന് മുമ്പിൽ ലോകക്കാരെ പോലെയാ but in front സംസാരിക്കുന്നത്. of the problem you're speaking like a people of the world. People of the world, People of the world. ലോകക്കാരെ പോലെയാ Like the സംസാരിക്കുന്നത്. worldly people you're speaking in അല്ലല്ല, front of your ദൈവം പറയുന്നു problems. നീ എന്നെ പോലെ But God is സംസാരിക്കുക. saying you proclaim and declare like ഹല്ലേലൂയ. നീ എന്നെ me. പോലെ സംസാരിക്കുക. Do not speak like me. നീ മഹാപർവ്വതത്തെ നോക്കിയിട്ട് Look at that mountain എന്നെ പോലെ സംസാരിക്കുക. and declare it like ഇതിനോട് God. നീ ഈ കടലിൽ പോകാൻ നീ പറ. Look at the sea and declare അതിനെ it like നോക്കി God. വിശ്വാസത്തെ കടലിൽ പോകാൻ പറ. Tell it in prayer, നീ you see പറയുന്നത് God. What നീ you വിളിച്ചു declare. പറഞ്ഞു, നീ പ്രസ്താവിക്കുന്നത് ദൈവത്തെ പോലെ ചെയ്ത When you declare it like God. അവരെ എന്തിനാ ദൈവം സ്പെഷ്യലായി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതെന്ന് Why അറിയാമോ? did God appoint him specially? ദൈവത്തെ പോലെ വിളിച്ചു പറയുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ടെങ്കിൽ If there's anyone who shall call അവനെ and shall declare like പുരാതന him, കാലം മുതൽ ദൈവം സൂക്ഷിച്ചിരിക്കുക, and God has protected him from അപ്പോയിന്റ് ancient ചെയ്തിരിക്കുക. people. He has appointed എന്തിനാണെന്നറിയാമോ? them. Why? അതിന്റെ വാക്യം നോക്കിയേ. The word says- സംഭവിക്കുന്നതും സംഭവിപ്പാനുള്ളതും അവർ പ്രസ്താവിക്കണം. They will declare what is to come and what is going to happen and what is to come. They will declare it. ഈ വ്യക്തി പ്രസ്താവിച്ചാലേ ഇനി സംഭവിക്കത്തുള്ളൂ. Only if this person declares it will ഹല്ലേലൂയ. happen. Hallelujah. ഈ വ്യക്തി സംഭവിക്കുന്നതായിരിക്കും ഇനി ഫ്യൂച്ചർ സംഭവിക്കും, What this നടക്കുന്നത്. person declares is what will happen in the future. സംഭവിക്കുന്നതും What things are coming ഹല്ലേലൂയ സംഭവിക്കുന്നത് and shall come.
സംഭവിക്കാനുള്ളതും and let them show what shall come. ഇവർ പ്രസ്താവിക്കട്ടെ. And they will declare it. ആരാ പറയുന്നത്? Who is saying this? ഹല്ലേലൂയ. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന്. ഞാൻ ആരംഭവും അവസാനവുമാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഈ വാക്യം ഇതിന്റെ മുമ്പേ കർത്താവ് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാ? That's how God started. There is no God like me. ഹല്ലേലൂയ. സൈനിക ഇസ്രായേലിന്റെ രാജാവായ He is the King of hosts. യഹോവ, He is the Lord, King of അവന്റെ Israel. വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ He is the Redeemer, Lord of hosts. ഇപ്രകാരം അരുളി ചെയ്യുന്നു, Like he declares, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. that I am the first and the ഞാനല്ലാതെ ഒരു ദൈവമില്ല. And beside me there is ഞാൻ no പറയുന്നത് God. എന്താണോ? What I declare, ഞാൻ അപ്പോയിന്റ് ചെയ്തവൻ. the one I appointed. സംഭവിക്കാനുള്ളത് അവൻ പറയണം. I declare what is എങ്കിലേ to അത് happen. സംഭവിക്കത്തുള്ളൂ. Only then it will happen. സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അവൻ പറയണം. He will declare what will be happening ഓ, right നിന്റെ now. ജീവിതത്തെ നോക്കി Look at your life. ഇന്ന് ദൈവത്തെ പോലെ ചിലത് വിളിച്ചു പറയാം. Declare it like God. ഓ, സ്പെഷ്യലായി ചോസ് ചെയ്തവൻ, Very specially chosen. സ്പെഷ്യലായി അപ്പോയിന്റ് ചെയ്തവൻ. Very specially ഓ, appointed. ഇതൊരു പ്രത്യേക അഭിഷേകം This ഇതിനകത്ത് is a വ്യാപരിക്കുന്നു. unique anointing is ബാബാ, ശാല, come on. ഇന്ന് മുതൽ നിന്റെ നാവ് Today your ദൈവത്തിന്റെ നാവ് പോലെ will be the tongue of God. അധികാരമുള്ളതായി It's the തീരാം. tongue of authority. ഓ, രാബ, ശബാല, ബാബാ, ബാബാ. ചുടബാലബ, കബാലബ, ശബാലബ, ബാബാ, ബാബാ. ഓ, ഹല്ലേലൂയ. Hallelujah. ജനം നിലവിളിച്ചു. The people cried out. ഇസ്രായേൽ ജനം വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ നിലവിളിച്ചു. Children of Israel cried out in the wilderness without മോശയ്ക്കും water. അഹരോനും എതിരെ പിറുപിറുത്തു. They murmured against Moses and Aaron. മോശ അസഹ്യപ്പെട്ടു. And Moses was disturbed. മോശ ദൈവ സന്നിധിയിൽ ചെന്ന് കരഞ്ഞു. Moses went to the presence of God and cried. ഹല്ലേലൂയ. ദൈവം മോശയോട് പറഞ്ഞു, And God told Moses, മോശ കരയാനല്ല നിന്നെ അപ്പോയിന്റ് ചെയ്തത്. Moses, you are not You been are appointed to specially cry. appointed. You have been specially നീ appointed. വടിയെടുക്ക. Take your staff. എന്നിട്ട് നീ പാറയോട് പോയി പറ. And you declare it നീ to the പറയുന്നത്, rock. നീ ഡിക്ലെയർ ചെയ്യുന്നത് And what you പാറയിൽ declare, നിന്ന് പുറത്തു വരും. and what you declare will നീ come out of the പറയാതെ rock. പാറ പിളരത്തില്ല. Without you declaring, it will not come out of നീ the rock. നീ പ്രസ്താവിക്കാതെ വെള്ളം വരത്തില്ല. Without you declaring, the water will not come out. നീ സാധാ ഇസ്രായേൽ ജനത്തെ പോലെ കരയാതെ, You do not cry out like the you people are of Israel. specially You appointed. have been specially appointed. എന്നെ പോലെ പ്രസ്താവിപ്പാൻ, Declare it like എന്നെ me. പോലെ വിളിച്ചു പറയാ. Call it out ഇന്ന് ഈ like me. ദേശത്തെ നോക്കി Do not declare to the വിളിച്ചു nation. പറയാ. Declare and say. പ്രഖ്യാപിക്കാൻ. And you proclaim Oh, and you declare are specially that you are appointed. been specially appointed. വെള്ളമില്ലാത്ത വരണ്ട അടുത്ത് വെള്ളം കൊടുക്കും. He will give water in the dry lands. വരണ്ട അടുത്ത് നീരുറവ He കൊടുക്കും. will open the rivers in the പക്ഷെ dry മോശ lands. നിന്നെ അപ്പോയിന്റ് ചെയ്തതാ. Moses, you have been ഓ, appointed. ഞാൻ വന്ന് വെള്ളം കൊടുക്കാനല്ല, For me to give you നീ water. എന്റെ വായായി പോയി. You became my mouthpiece. ഞാൻ പ്രസ്താവിക്കുന്നത് പോലെ ഈ പാറയോട് പ്രസ്താവിക്കുക. That you declare it to the rock. അത് വെള്ളം തരും. And it will give you water. ഇന്ന് പകൽ, Today, oh, you are specially appointed. you have been specially ഈ appointed. ജനത്തിനെ നോക്കി പറ, Declare it to certain things. ദൈവത്തെ പോലെ പറ. Like God, you proclaim it. അധികാരത്തോടെ, You proclaim it with വിശ്വാസത്തോടെ. authority, with faith. ഓ, ഹല്ലേലൂയ. മോശ നിലവിളിച്ചു. And Moses cried out. കരയാതെടാ. God said, do not cry. കാരണം ദൈവത്തിന് മോശയോട് പറയുന്നുണ്ട്, God wants to tell Moses, മുൾപ്പടർപ്പി വെച്ച് നിന്നെ വിളിച്ചപ്പോഴേ I chose you, called ഞാൻ you out of നിന്നോട് the burning പറഞ്ഞതാ. bush. I told you ഞാൻ നിന്നെ that I have അഹരോനോ Aaron, ഫറവോനോ Pharaoh, മീതെ ദൈവമാക്കി upon വെച്ചിരിക്കുക. them I made you the Lord. ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിന് Upon the people of ന്യായാധിപതിയോ Israel, made you the judge of അധികാരിയുമാക്കി and വെച്ചിരിക്കുക. made you the authority അതുകൊണ്ട് of നീ them. കരയുകയല്ല, You should not നീ cry. അധികാരിയെ പോലെ You സംസാരിക്കുക. should speak like a നീ person of കരയുകയല്ല. authority. You should not ഓ, cry. നിന്നെ ദൈവമാക്കിയ ഞാൻ വെച്ചിരിക്കുന്നെങ്കിൽ I have made you the എന്നെ Lord. പോലെ നീ And you സംസാരിക്കുക. became speak like me. നിന്നെ ദൈവ മക്കളാക്കി തീർത്തെങ്കിൽ, I made you the children of God. മക്കളാണെങ്കിൽ If you are the child of അപ്പനെ God, പോലെ you സംസാരിക്കണം. speak like the Father. അപ്പനെ പോലെ പ്രഖ്യാപിക്കണം. Proclaim and declare like ഓ, the റബ, Father. ശല, കബ, ലബ, ശബ, ലബ, ചുടബ, ലബ, ശബ, ലബ, കബ, ലബ, ബ, 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 ബ. ഓ, പുത്രത്വത്തിന്റെ The ആത്മാവിലാണെങ്കിൽ spirit of sonship. നീ അപ്പനെ പോലെ You will സംസാരിക്കണം. speak like the Father. നിന്റെ സ്വർഗീയ പിതാവിനെ പോലെ You will പ്രഖ്യാപിക്കണം. declare like a heavenly നീ Father. പ്രഖ്യാപിക്കാതെ Without you ഇനി ഒന്നും declaring, സംഭവിക്കത്തില്ല. nothing will happen.
ഇനി എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ if anything needs to നീ happen, അപ്പനെ പോലെ പ്രഖ്യാപിക്കുക. speak like, declare like the Father. ഇന്ന് രാത്രിയിൽ വിശ്വാസത്തെ വിളിച്ചു പറ. Today, can you call it out in faith? ഹന്ന സിസ്റ്ററെ ചിലത് വിളിച്ചു പറഞ്ഞു. Hannah sister നിങ്ങളുടെ ജീവിതത്തിൽ declared, അസാധാരണമായ ചില വഴികൾ തുറക്കാൻ mighty പോകുന്നു. ways are opening, Hannah sister. നിരാശ വേണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിരാശപ്പെടാനല്ല നിന്നെ കൊണ്ടുവന്നത്. Called out to be sad. ഓ റബ ശല കബാല ബ ശമന ബ ബ ബ ബ ബ ഫുഡബാല ബ ശിയ കബാല ബ ബ ബ റിഖാല ബ ശിയ ഥോര ബ കബാല ബ ബ ഹല്ലേലൂയ. ദാവീദ് David, ആഹാരമില്ലാതെ, he went without food, വെള്ളമില്ലാതെ, without water. ഭ്രാന്തനെ പോലെ He roamed down like a madman. തുപ്പലൊലിപ്പിച്ച് നടക്കുക. He was spitting out his saliva. പക്ഷെ ദാവീദ് സംസാരിക്കുന്ന അറിയാമോ? But David, what did he speak? ദാവീദ് സംസാരിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? How did David speak? ഹല്ലേലൂയ. ബാലസിംഹങ്ങൾ ഇരകെട്ടാതെ Even when the lions go യഹോവയെ hungry, അന്വേഷിക്കുന്നവർക്ക്, but those who seek Jehovah, വിശന്ന് ഭ്രാന്തനെ പോലെ കിടക്കുന്നവന്റെ സംസാരമാണോ ദാവീദിൽ നിന്ന് വരുന്നത്? it's the word of a person അവൻ who was hungry. പ്രഖ്യാപിക്കുന്നത് ഇതാണോ? What he is declaring, what is he അവൻ declaring? പ്രഖ്യാപിക്കുന്നത് ദൈവത്തെ പോലെ. What he declares is ഹല്ലേലൂയ. like to God. എന്റെ ചുറ്റും ഒരു സൈന്യമില്ല, ഭ്രാന്തനെ പോലെ ഓടുക. പക്ഷെ യഹോവ ഭക്തർക്ക് ചുറ്റും ദൈവം തന്റെ സൈന്യ ദൂതന്മാരെ പാളയം ഇറക്കിയിരിക്കുന്നു എന്ന്. Oh, he declared it like the Lord of hosts has sent his angels. ഇത് ഒറ്റയ്ക്കാണെന്ന് തോന്നുക. If you feel that you are been orphaned and alone, ഒറ്റപ്പിടിയുടെ അവസ്ഥയെ പറഞ്ഞ് വിഷമിക്കാതെ, do not grieve about your lonely condition. സ്വർഗീയ അപ്പൻ, But your heavenly Father, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണെങ്കിൽ King of Lord of hosts, നിനക്ക് ചുറ്റും ദൈവിക ദൂതന്മാരെ He has sent his പാളയം angels. ഇറക്കാൻ. He will send his angels to you. He will send his angels for you. ഓ, ഇന്ന് ഏതെങ്കിലും അവസ്ഥകളെ നോക്കി വിളിച്ചു പറയാനുണ്ടോ? Can you declare to any of your circumstances, ഓ, ദൈവത്തെ പോലെ like God? റബ ശല ഖബ റബ ശമ റബ റബ ഫുഡബ ലബ ശിയ ഖബ ലബ തറബ ലബ ശമ ലബ റബ റബ റിഖമാനിയ ധോരോ ശിയ തല ദേശത്തെ നോക്കി ഒന്ന് വിളിച്ചു പറയാം. Can you declare it to the nation? ഇനി ഞാൻ പ്രസ്താവിക്കാതെ Say, without me എന്റെ declaring, ദേശത്ത് ഇനി ഒന്നും നടക്കത്തില്ല. in my nation nothing will പക്ഷെ happen. ഞാൻ പ്രസ്താവിച്ചാൽ But if I declare എന്റെ it, അപ്പൻ അത് my ചെയ്തിരിക്കാം. Father will do നിങ്ങൾ it. അപേക്ഷിച്ചാൽ If you അവൻ ask, അത് and തന്നിരിക്കാം. He will give it to you. പക്ഷേ ദാസനെ പോലെ അല്ല Not അപേക്ഷിക്കുന്നത്. like a servant you need to ask. കർത്താവായ യേശു Lord Jesus, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞു, when he started to speak ഇനി in ഞാൻ John, നിങ്ങളെ ദാസരെന്ന് വിളിക്കത്തില്ല. no longer I'm calling you servant. ഞാൻ ഇനി ദാസരെന്ന് വിളിക്കത്തില്ല. No longer calling you കാരണം ഞാൻ servant. എല്ലാം നിങ്ങൾക്ക് അറിയിച്ചു തന്നു. Because I have declared everything to you. ഹല്ലേലൂയ. ഞാൻ അറിയിച്ചു തന്നു. I have revealed it to you. ഞാൻ അറിയിച്ചു തന്നു. I have revealed everything to you. അതുകൊണ്ട് ഇനി So ദാസന്മാരല്ല. you are no longer servants. നീ ദാസനാണെങ്കിൽ ദാസനെ പോലെ സംസാരിക്കാനൊക്കെ. If you are a servant, you will only speak like a പക്ഷെ servant. നിങ്ങൾ ഇപ്പോൾ ദാസന്മാരല്ല, Now you are no longer servants. സ്നേഹിതന്മാരാ. You are friends. ഹല്ലേലൂയ. സ്നേഹിതന്മാരാ. You are friends. ഹല്ലേലൂയ. അതുകൊണ്ട് That's why ഞാൻ നിങ്ങളെ സ്പെഷ്യലി അപ്പോയിന്റ് you are ചെയ്യുക. specially appointed. ഹല്ലേലൂയ. സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് പ്രത്യേകത നീ ഫ്രൂട്ട്ഫുൾ Your ആകാം. uniqueness, a special appointment, നീ you will be ചോദിച്ചാൽ fruitful. അത് സംഭവിച്ചിരിക്കാം. Whatever you declare, you will come fruition. ഹല്ലേലൂയ. ദൈവം ചിലരെ അപ്പോയിന്റ് ചെയ്തു. God has appointed some people. ഇന്ന് കിട്ടിയ ഈ അപ്പോയിന്റ്മെന്റ് Today the appointment that you ഇന്ന് received തുടങ്ങിയതല്ല. didn't start അവൻ today. പുരാതനമായ ഒരു ജനത്തെ പണി സ്ഥാപിച്ച നാൾ മുതൽ Even the time he established the ഇത് ancient people, സ്പെഷ്യലായി സൂക്ഷിച്ചു വെച്ചതാ. he has specially സ്പെഷ്യലായി molded it. സൂക്ഷിച്ചു വെച്ചതാ. He has protected it specially. രോഗങ്ങൾ പലത് വന്നിട്ട് ഇന്ന് മരിക്കാതിരിക്കുന്നില്ലേ? Even when there is so much sickness, you have not died. ഓ, അപകടങ്ങൾ പലത് വന്നിട്ടും ഒന്നും പറ്റിയില്ലല്ലോ. Even when many accidents came, nothing happened to you. പല പാപത്തിൽ പോയി പല പ്രശ്നത്തിൽ പോയി കുരുക്കിന്റെ അകത്ത് വീണിട്ടാവും. ഇന്നും ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നെങ്കിൽ, Many times if you have been stuck in many situations, many sins, but yet you're okay right now, doing good.
നിന്നെ ലോക സ്ഥാപനത്തിനു മുമ്പ് തിരഞ്ഞെടുത്തത് The reason is you have been chosen before the foundation of the ദൈവം earth. തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. Because you have been specially ദൈവം chosen. തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. You have been specially chosen by God. Hallelujah. Hallelujah. ഇത് കർത്താവായ യേശു And Jesus said, യോഹന്നാന്റെ സുവിശേഷം 15:26 വായിച്ച ഇത് പറഞ്ഞു എന്നിട്ട് എന്താ പറയുന്നത്? and he says in John chapter 15 verse 26, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കുവാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോട് കൂടെ ഇരിക്കുക കൊണ്ട് സാക്ഷ്യം പറയുവീൻ. but when the helper comes, whom I shall send to you from the Father, the Spirit of truth, who proceeds from the Father, he will testify of me, and you also will bear witness, because you have been with me before the beginning. ഹല്ലേലൂയ. Hallelujah. കർത്താവായ യേശു പറഞ്ഞേട്ടാ, What did Jesus say? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വരും. When the Holy Spirit comes പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് from വരുമ്പോൾ the Father, when the Holy Spirit comes, പരിശുദ്ധാത്മാവ് എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. that Holy Spirit will testify ആ about me. സാക്ഷ്യം കേട്ടിട്ട് നിങ്ങൾ സാക്ഷ്യം പറയണം. When you hear the testimony, you have to testify. Hallelujah. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ The Holy Spirit comes. ആത്മാവ് എന്നെ കുറിച്ച് നിങ്ങളോട് സാക്ഷ്യം പറയും. The Holy Spirit will testify about me. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ സാക്ഷ്യം And പറയണം. then you should testify about me. അപ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ And when you testify, 3.5 വർഷത്തിന്റെ സാക്ഷ്യമായിരിക്കത്തില്ല പറയാൻ you won't പോകുന്നത്. be a testimony of 3.5 നിങ്ങൾ years. ആദ്യം മുതൽ തൊട്ട് From the time of എന്റെ the കൂടെ beginning, ഉണ്ട്. you have been നിങ്ങൾ with me. ആദ്യം മുതൽ ഉള്ളതിന് You have been- സാക്ഷ്യം you പറയാൻ will testify തുടങ്ങുക. about me from the നിങ്ങൾ beginning. ആരംഭം മുതൽ സാക്ഷ്യം You പറയാൻ will തുടങ്ങുക. testify about me from the beginning. പറഞ്ഞുതരാം. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ When the Holy Spirit came, പത്രോസ് പറഞ്ഞ ആദ്യത്തെ സാക്ഷ്യം the first testimony 3.5 he വർഷത്തിന്റെ said, സാക്ഷ്യമല്ല, not the 3.5 years of ആരംഭം testimony. മുതൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള From the beginning till ഓ Christ. ദാവീദ് പ്രസ്താവിച്ചത്, David യെശയ്യാവ് proclaimed, പ്രവചിച്ചത്, Isaiah proclaimed, ഇങ്ങനെ ആരംഭം മുതൽ from the time of the ഉള്ള beginning, ദൈവപുത്രന്റെ മർമ്മത്തെ the mysteries of the Son of God. 3.5 വർഷത്തിന്റെ സാക്ഷ്യം പറയാനല്ല, He didn't proclaim the recent years ലോക testimony, സ്ഥാപനത്തിന് മുൻപേ but before the foundation of നീ the അവന്റെ earth, കൂടെ ഉണ്ടെങ്കിൽ, that you have been നിന്നെ with them. ക്രിസ്തുവിൽ God തിരഞ്ഞെടുത്തതാണെങ്കിൽ, has been chosen in him. എഫേസ്യർക്ക് ലേഖനത്തിൽ പറയുന്നു, Ephesians he says, സൃഷ്ടിയുടെ ആരംഭം മുതൽ before the creation of the മറഞ്ഞു world, കിടക്കുന്ന what has been hidden, ദൈവത്തിന്റെ രഹസ്യങ്ങളെ, the മർമ്മങ്ങളെ, secrets and the mysteries of God, ഹല്ലേലൂയ, ദൂതന്മാർക്ക്, വാഴ്ചകൾക്ക്, അധികാരങ്ങൾക്ക് മറച്ചുവെച്ച സൃഷ്ടിയുടെ മർമ്മത്തെ the mysteries of God hidden from ഇപ്പോൾ angels, സഭ മുഖാന്തരം through church, വെളിപ്പെടുത്തി. it has been revealed. ഈ വെളിപ്പെടുത്തുന്ന യേശു ആരെന്നറിയാമോ? Who you are revealing, the Jesus you are 2000 revealing. വർഷത്തിന് മുമ്പ് 3,000 years ago, ഓ യെരൂശലേമിൽ ഉണ്ടായിരുന്ന യേശുവിനെ മാത്രമല്ല, not only Jesus who was in Jerusalem, ലോകത്തിന്റെ ആരംഭം മുതൽ before the foundation of the earth, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവനെ സാക്ഷ്യം that പറയാം. him you declare ഓ സകല സൃഷ്ടിയുടെ മർമ്മമായ ക്രിസ്തുവിനെ the mystery പ്രഖ്യാപിക്കാം. of all Christ. You are appointed. You are appointed. You are You appointed. are appointed. ഓ നീ ഇത് പറയാൻ തുടങ്ങിയ, When you proclaim this, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ when തുടങ്ങിയ, if you receive the Holy Spirit, ഇന്നലത്തെ മെനിയാത്തെ കാര്യമല്ല പറയാൻ not പോകുന്നത്. about things about yesterday and today, മറഞ്ഞു കിടക്കുന്ന ക്രിസ്തുവിന്റെ മർമ്മത്തെ the hidden mysteries of Christ. ഹല്ലേലൂയ. എന്നിട്ട് പഴയ വാക്യം വായിച്ചേ. And if you read the last verse, ദൈവം ചിലരെ ആക്കി വെച്ചിരിക്കുന്നു. God has appointed some people. എന്തിനാ? For what? ദൈവത്തെ പോലെ To സംസാരിക്കാൻ. speak like God. ഹല്ലേലൂയ. അവൻ ദൈവത്തെ പോലെ പ്രസ്താവിക്കും. He will decree like God. പരിശുദ്ധാത്മാവ് വരുമ്പോൾ When the Holy Spirit comes, നിങ്ങൾ എന്നെ പ്രസ്താവിക്കാം. He will declare me. ഹല്ലേലൂയ. എന്നെ പ്രസ്താവിക്കാം, You will declare me എന്നെ about me. സാക്ഷീകരിക്കാം. You will testify about ഹല്ലേലൂയ. me. പിന്നെ നിങ്ങൾ പറയാതൊന്നും And സംഭവിക്കത്തില്ല. until you declare, nothing will happen. ഹല്ലേലൂയ. ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് God has appointed you യേശുവിനെ to പ്രസ്താവിക്കാൻ. declare Jesus. നീ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ When you declare about Jesus, പാറ പിളർക്കാം, the rock will split. ചെങ്കടൽ മാറും. The Red Sea will move away. യേശു എന്ന നാമം പറയുമ്പോൾ When you call upon the name of Jesus, ഹല്ലേലൂയ, നീ എഴുതി വെച്ചോ,
You write it down. ഹൃദയത്തിൽ പറഞ്ഞോ. You say it in your heart. ദൈവത്തിനുള്ള വ്യക്തി എന്ന് പറഞ്ഞു എന്നതല്ല ദൈവം നോക്കുന്നത്. God is not looking at what you are declaring. ഇന്ന് പകൽ നീ യേശുവിനെ അറിഞ്ഞ വ്യക്തിയാണ്. But if you are a God person who knew Jesus, you are specially chosen. You are specially chosen. Hallelujah. You are specially appointed. You are specially appointed. എന്തിനാന്ന് ചോദിച്ചാൽ why? ആത്മാവിൽ In the spirit അപ്പനെ പോലെ you സംസാരിക്കുക. speak like the Father. ഓ റബ ശാല കബ റബ ശബല. ഇന്ന് പകൽ today നിന്റെ ജീവിതത്തിലെ പ്രശ്നത്തെ നോക്കി when you look at the problems in your life, നീ ദൈവത്തിന്റെ മകനാണ് മകളാണെന്നുള്ള ഉറപ്പുണ്ടാക്കി if you have the firm understanding you're a child of പ്രഖ്യാപിച്ചില്ലത്. God, you declare it against it. രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ കരങ്ങളെ Is there ഉയർത്തിക്കുക. anyone who's sick here? രോഗികളായിട്ടുള്ളവർ കരങ്ങളെ If ഉയർത്തിക്കുക. you are sick in here, raise your hands ഹല്ലേലൂയ പറഞ്ഞ് യേശുവിന്റെ and നാമത്തിൽ declare in the name of Jesus. ഹല്ലേലൂയ ഞാൻ കൽപ്പിക്കുന്നു. I decree യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ എൻ്റെ മേൽ സൗഖ്യം in the വ്യാപരിക്കട്ടെ. name of Jesus, let the healing start to begin to യേശുവിന്റെ work. നാമത്തിൽ സൗഖ്യം In the വ്യാപരിക്കട്ടെ. name of Jesus, നീ ഇന്ന് healing happen. പ്രഖ്യാപിക്കുന്നതൊക്കെ Whatever you declare, അത് അതുപോലെ will സംഭവിക്കാം. happen the way you അത് declare അതുപോലെ it. സംഭവിക്കാം. It will happen the way you ഓ declare റബ ശാല it. കബ റബ ശബല. യേശുവിന്റെ നാമത്തിൽ In the name of Jesus, സൗഖ്യമുണ്ടാകട്ടെ. you be healed. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. In the name of Jesus, you be healed. യേശുവിന്റെ നാമത്തിൽ In the name of Jesus, ഞാനിത് ഇതിനകത്തുള്ള I in this place, സകല രോഗികള് every sick people, സൗഖ്യമാകാൻ I കൽപ്പിക്കുന്നു. proclaim that they be healed. മീഡിയയിലൂടെ Those കണ്ടുകൊണ്ടിരിക്കുന്നവർ who are listening through media, സൗഖ്യമാകാൻ you കൽപ്പിക്കുന്നു. be healed, I proclaim. Right now in the mighty name of In Jesus, the യേശുവിന്റെ I നാമത്തിൽ, command you to heal right I now. command you to be healed. കർത്താവെ സൗഖ്യമാക്കിയതിനായി Lord, thank you for healing them. ശരീരത്തിൽ സൗഖ്യം അനുഭവിക്കുന്ന കാര്യങ്ങളെ ഉയർത്തി If you are experiencing a healing, root your hands again. മാറ്റങ്ങൾ വന്നെന്നുള്ളതാണ്. If you experience a change in your body, put your hands, raise your hands. ഓ നിന്നെ സ്പെഷ്യലായി ദൈവം കണ്ടതാ. You, God has especially appointed you. നിന്നെ ആരും അറിയാത്ത വ്യക്തിയല്ല. You are not someone no one has chosen you. Look, വേണ്ടാത്ത വ്യക്തിയല്ല. you are not an unwanted person. ഒന്നിനും കൊള്ളാത്ത You are വ്യക്തിയല്ല. not an unwanted person. You are specially called and You have been appointed. specially called and appointed by God. എന്തിനാണെന്നറിയാമോ? What for? ദൈവത്തെ പോലെ To സംസാരിക്കുക. speak like God. ദൈവത്തെ പോലെ To പ്രഖ്യാപിക്കുക. proclaim and declare like God. നീ ദൈവത്തെ പോലെ പ്രഖ്യാപിച്ചു. If you declare like God, ദൈവത്തിന്റെ ആത്മാവാണ് നിന്നിൽ if വസിക്കുന്നെങ്കിൽ it is the Holy Spirit who's dwelling in you, നീ ആ ദൈവത്തെ പോലെ and പ്രസ്താവിക്കണം. when you have to declare like God, ഓ ഇന്ന് ഹല്ലേലൂയ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി if you believe you have Holy Spirit in you, put your hands together and raise your hands and say, എങ്കിൽ ആ ദൈവത്തെ പോലെ and സംസാരിക്കണം. you need to speak like that God. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് പറയാനല്ല, It is not to speak like what you എൻ്റെ want, അകത്തുള്ളവനെ പോലെ but I സംസാരിക്കാം. want to speak like the Father God who's in me. എൻ്റെ അകത്തുള്ള ദൈവത്തെ പോലെ I want to സംസാരിക്കാം. speak like the God who's അങ്ങനെ നീ inside me. സംസാരിച്ചാൽ When you speak like നീ him, പറയുന്ന പ്രവചനമായി തീരും. the prophetic word നീ that you പറയുന്നത് declare, അതുപോലെ it സംഭവിക്കാം. will happen likewise you declare it. ഓ കർത്താവായ പരിശുദ്ധാത്മാവ് സഭയോട് അറിയിച്ചോ, Holy Spirit declare to the നീ ഇത് church. വിശ്വസിച്ചാൽ If you believe, മലയോട് കൽപ്പിക്കുക, you proclaim to the mountain, അത് നീങ്ങിപ്പോകണം. and it will move away. നീ വിശ്വസിച്ചാൽ If you believe it, ചെങ്കടലിനോട് കൽപ്പിക്കുക, you declare to the Red Sea, അത് രണ്ടായി മാറും. and it will split. നീ വിശ്വസിച്ചാൽ If you believe, രോഗികളുടെ മേൽ കൈവയ്ക്കുക, you place your hands those who are അവർ sick, സൗഖ്യമാകുക. they will be healed. നീ വിശ്വസിച്ചാൽ If you believe, ഹല്ലേലൂയ ഭൂതത്തോട് if കൽപ്പിക്കുക, you declare to the demon, അത് പുറത്തു it പോകും. will be cast out. നീ വിശ്വസിച്ചാൽ If you believe it, ഹല്ലേലൂയ നീ നിന്റെ ജീവിതത്തെ നോക്കി പ്രവചിക്കുക. if you prophetically declare to your life, ഓ ഇന്നൊരു പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ്, a prophetic ഒരു anointing, പ്രൊഫറ്റിക്കൽ മാന്റൽ, a prophetic mantle, ഓ ഇന്ന് ഇതിന്റെ അകത്ത് വീഴുന്നതിനാ it's falling in this ഓ place. റബ ശല കബ റബ ദൈവത്തെ പോലെ To പ്രസ്താവിക്കുക. declare like your God. യശയ്യാപ്രവാചന പുസ്തകത്തിൽ ദൈവം തന്നെ പറയുക, In the book of Isaiah, God himself says, എന്നെ പോലെ പറയുകയും who would proclaim like I would, പ്രസ്താവിക്കുകയും and ചെയ്യുന്നവൻ who will declare like I would, അവൻ സംഭവിക്കാനുള്ളതും he will proclaim what is to come, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും and what is happening, പ്രവചിക്കും. he will prophetically declare it. ഹല്ലേലൂയ. Hallelujah. എന്നെ പോലെ പറയുന്നവൻ He will speak like I would.
എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നവന് ഒരു ഉറപ്പുണ്ട്, ഞാൻ പറഞ്ഞ ഇതിന് മാറ്റം വരത്തില്ല. Because the person who's proclaiming, he will say, he will know, when I declare it, there's no change in it. പറയുന്നവന്റെ അകത്തൊരു വിശ്വാസം വേണം, The person who's declaring has to have a ഞാൻ faith in him, പറയുന്നതിന് മാറ്റം that വരത്തില്ല. when I declare it, there will അതാ be no change ദൈവത്തെ to it. പോലെ That is പ്രസ്താവിക്കുന്നവൻ. what it means to കാരണം declare like ദൈവം ഒന്ന് God. കൽപ്പിച്ചാൽ അതിന് മാറ്റം Because വരത്തില്ല. when God declares something, there's അപ്പൊ no change ഞാനൊന്ന് to it. പറഞ്ഞാൽ എന്റെ അകത്തൊരു ഉറപ്പ് വേണം, If I declare it, I need to have a ഞാൻ faith in me. പറയുന്നതിന് എന്റെ ദൈവം ചെയ്യാം, That if I proclaim, my God അതിന് will do it. മാറ്റം വരത്തില്ല. There's no change in it. അതിനെയാണ് ക്ലിയർ ആയി പറഞ്ഞാൽ ദൈവത്തെ പോലെ It is what he പ്രസ്താവിക്കാം. says, clearly declare like God word. ഇപ്പൊ യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുകയാ, So Isaiah prophet declares, 44-ാം അധ്യായത്തിൽ പറയുക, and he says, ഒരുവൻ if one person, ദൈവത്തിനുള്ളവനാന്ന് സ്വയം പറയുന്നു, if one says, I am of the Lord, ഒരുവൻ തന്റെ കയ്യിൽ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ one ദൈവത്തിനുള്ളവൻ. writes down in his hands that I am of the Lord. ഒരുവൻ യാക്കോബിന്റെ പേരെടുത്തു, One takes the name of Jacob. ഒരുവൻ ഇസ്രായേൽ എന്നുള്ള മറുപേരെടുത്തു. One takes the name of Israel. പക്ഷെ ദൈവത്തിന് ആവശ്യം But ഇവരെ God ആരെയല്ല, wants none of them. ദൈവം അന്വേഷിക്കുന്നത് God is seeking for someone എന്നെ പോലെ വിളിച്ചു who പറയുകയും will declare like പ്രസ്താവിക്കുകയും who will call and എനിക്ക് declare വേണ്ടി it. ഒരുക്കി വെക്കുകയും ചെയ്യുന്നവനാർ. He who will declare it for me. സംഭവിക്കാനുള്ളതും The one that shall come. സംഭവിക്കാനുള്ളതും And what has shall come. സംഭവിക്കുന്നതും And what is happening. അവർ They പ്രസ്താവിക്കട്ടെ, will declare it. പ്രസ്താവിക്കട്ടെ. Let them declare ഇന്നൊരു it. പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ്. Today a prophetic ഓ anointing. റബ ശല കബല ശബല ബബ ഫുറബല ശിയ കബല ബറബല ബബ. ഓ യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ ഇതിന്റെ അകത്ത് പ്രവാചകന്മാരും പ്രവാചകിമാരും ഇന്ന് എഴുന്നേൽക്കട്ടെ. Let the prophet and prophetess rise ഒരു here. പ്രൊഫറ്റിക്കൽ മാന്റിൽ ഇത് A വീഴട്ടെ. prophetic mantle is falling in ഓ this place. റശല കബല ബശിയാതോ റബ കബല ബറബല ഇകാല ശല തര കബല ബശബ. ഓ റബ ശിയാതേരിയ അങ്ങനെ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന്. If you are desiring that, why don't you rise തിരുമേശ up? ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. I want to stop here because we have communion today. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. I'm going to pray for you. ഇന്ന് പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നു. If you are desiring to be a prophet, ഉറപ്പും ധൈര്യമുള്ള വ്യക്തിയാണ്. if you are a person who have firm faith and belief in God, ദൈവത്തിൽ വിശ്വസിക്കാം. if you have to believe in God, നിന്നെ ദൈവം തിരഞ്ഞെടുത്തേക്കും. that if God has appointed you, നീ ദൈവത്തെ വിശ്വസിക്കുന്ന if വ്യക്തിയാണെങ്കിൽ you are a person who believe in you are God, specially chosen, you are specially chosen, specially you are appointed. specially appointed by God. എന്തിനാണെന്നറിയാമോ? For what? ആത്മാവിൽ That in the Holy Spirit, ദൈവത്തെ പോലെ that പ്രസ്താവിക്കാം, you will declare like ദൈവത്തെ God, പോലെ വിളിച്ചു പറയാം. that you will call it out like God. ഓ റബ ശല കബല. Masaroli Antrosh. കർത്താവായ യേശു ഇത് പറഞ്ഞു. And when Jesus said, കർത്താവായ യേശു ഇത് ഒന്നും കൂടെ വെളിപ്പെടുത്തി പറഞ്ഞു. Jesus revealed and said this. എവിടാന്നറിയാമോ? Where ശിഷ്യന്മാരോട് പറഞ്ഞു, he told the disciples, നിങ്ങൾ പറയാനുള്ളത് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണ്ട. you should not plan what you need to declare beforehand. കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ നാവിൽ ദൈവം In തരും. the correct time, I will give it in your mouth. നിങ്ങൾ ആ വിളിച്ചു പറയുന്നെങ്കിലും Even if you are declaring, നിങ്ങളല്ല സംസാരിക്കുന്നത്, you are not the one speaking, നിങ്ങളുടെ അകത്തിരുന്ന് പരിശുദ്ധാത്മാവത്രേ but it is the സംസാരിക്കുന്നത്. Holy Spirit in you who is speaking through you. ആത്മീയ അഭിഷേകം പ്രാപിച്ചെന്ന് ഉറപ്പുള്ളവർ, If you believe that you received the anointing, എന്റെ അകത്ത് ആത്മാവ് വസിക്കുന്നെന്ന് if you believe that Holy Spirit dwells in me, വിശ്വസിക്കുന്നവർ if you believe that He നിന്റെ dwells in ആദരത്തെ me, ചലിപ്പിച്ചു തുടങ്ങിക്കോ. you start to move your mouth. ആദരങ്ങളെ ചലിപ്പിച്ചു Open your തുടങ്ങിക്കോ. mouth. പ്രസ്താവിക്കാൻ റെഡി ആയിക്കോ. Be ready to declare വിളിച്ചു പറയാൻ it. റെഡി ആയിക്കോ. Be ready to call it out. ശല കബല ബശബല നിന്റെ പ്രശ്നങ്ങളെ നോക്കി നീ പ്രവചിക്കാം. Declare to your problems, you need to നിന്റെ prophetically അടഞ്ഞു declare it. കിടക്കുന്ന മേഖലകളെ നോക്കി നീ പ്രവചിക്കാം. Upon the closed aspects of your life, you നിന്റെ declare it. വരൾച്ചയുള്ള മേഖലകളെ നോക്കി നീ പ്രവചിക്കാം. Upon every dry condition in your life, you declare it. യേശു കർത്താവ് ഇത് പറഞ്ഞു, ശിഷ്യരോട് പറഞ്ഞു, Jesus told his disciples, നമ്മുടെ ദൈവം, my God, our എന്റെ God, പിതാവ്, my Father, അബ്രഹാമിന്റെയും He's the God of Abraham, ഇസഹാക്കിന്റെയും He's the God of Jacob, യാക്കോബിന്റെയും God of Jacob, ദൈവമാകുന്നു. He's the God of God. അവൻ മരിച്ചവരുടെ ദൈവമല്ല, He's not a God who's അവൻ died. ജീവനുള്ളവരുടെ He's ദൈവമാണ്. a God who's living. അവൻ ജീവനുള്ളവരുടെ He's the ദൈവമാണ്. living God. ഓ റബ, ഇന്ന് എന്റെ ദൈവം ആരെന്ന് ബോധ്യമുള്ളവർ, Today, if you realize who's my God,
നിന്റെ ജീവിതത്തിൽ പ്രശ്നത്തെ നോക്കി പറ. You look at the problems in your life. ഓ റബ ശല കബ റബ ഓ നിന്റെ ജീവിതത്തിലെ ദാരിദ്ര്യമാണോ പ്രശ്നം? If the poverty is the problem in സാമ്പത്തിക your life, മേഖലയാണോ പ്രശ്നം? if it is the wealth that is problem in your life, അതിനെ നോക്കി today declare those things വിശ്വാസത്തിൽ in the faith in God. അധികാരമുള്ള വ്യക്തിയെ പോലെ പറയാൻ പറ്റുമോ? Like a person with authority, you declare എന്റെ it. കളപ്പുരകളെ My storehouse, ദൈവം നിറയ്ക്കുമെന്ന്. my God will fill it. Yes, എന്റെ കളപ്പുരകൾ നിറയട്ടെ My എന്ന്. storehouse, let it be filled. Yes, എന്റെ ചക്ക മുന്തിരി കൊണ്ട് നിറയട്ടെ Let my എന്ന്. storehouse be filled with wine എന്റെ and grapes. പാനപാത്രം എണ്ണ കൊണ്ട് Let കവിഞ്ഞൊഴുകട്ടെ my എന്ന്. vessel be filled and overflowing with the oil. വിശ്വാസത്തിൽ With faith you declare it. ഓ റബ ശല കബ റബ 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 ചുടമാനിയ ധേര്യ കബാല വശമ. ഈ മാസത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. In this month, Holy ചിലരുടെ Spirit is ജോലിയിൽ saying, മാറ്റങ്ങൾ there will സംഭവിക്കാൻ be പോകുന്നു. changes in your job. ചിലരുടെ സാലറിക്കകത്ത് മാറ്റങ്ങൾ There will be സംഭവിക്കാൻ changes പോകുന്നു. in your salary this month. ഓ ഒരു നിറഞ്ഞൊഴുക്ക, An overflowing ഒരു experience. ഓവർഫ്ലോ സംഭവിക്കാൻ പോകുന്നു. Overflow shall happen upon നീ your ഇത് വിളിച്ചു wealth. പറയാൻ തയ്യാറാണോ? Are you ready to declare it by ചില yourself? പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ഇടപെടുന്നു. I want to declare to the നിന്റെ children who are എഡ്യൂക്കേഷന്റെ studying അകത്ത് upon your education. നിനക്ക് അസാധാരണമായ You will see ജ്ഞാനത്തെ extraordinary. ദൈവം പകരാൻ God is പോകുന്നു. going to give extraordinary wisdom to നീ you. അതിനെ നോക്കി ഓ ഇന്ന് ആത്മാവിൽ വിളിച്ചു പറയാൻ തയ്യാറാണോ? Declare it in the Holy Spirit upon your education. എന്റെ ദൈവം And my God ഓ ശലോമോന് പരിജ്ഞാനം കൊടുത്ത ദൈവമാണെങ്കിൽ is the God who gave knowledge to Solomon. ഇത് തലയിൽ കൈവച്ചിട്ട് പറ അതേ പരിജ്ഞാനം എന്റെ മേൽ Today place your hands on your head and say that ഞാൻ same അതിനെ wisdom. പ്രഖ്യാപിക്കുന്നു. I declare it in the name of യേശുവിൻ the Lord. നാമത്തിൽ In the name of the എന്റെ Lord. മേൽ heavenly wisdom The പ്രകടനം. heavenly wisdom open upon me. യേശുവിന്റെ നാമത്തിൽ In ഇന്ന് the പഠിക്കുന്ന name upon those who are studying. ഓ ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വിസ്ഡം, A wisdom for പഠിക്കാനുള്ള getting a wisdom. job. A wisdom to get a മിനിസ്ട്രിയിൽ job. സ്പെഷ്യൽ A വിസ്ഡം wisdom in the ministry. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇതിനെ കൽപ്പിക്കുന്നു. In the name of Jesus, I ഈ declare ജനത്തിന്റെ it. മേൽ ഞാൻ I പ്രഖ്യാപിക്കുന്നു. declare it upon ഞാൻ the people. declare ചെയ്യുന്നു. I declare it upon the people. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും ടോപ്പായി That തീരട്ടെ. our children be the greatest and the top among ഏറ്റവും everyone. ടോപ്പായി തീരട്ടെ. They will be toppers in their schools. റബ ശല കബലബ ശബലബ ചുടബാലബ ശബലബ കബലബ ആത്മാവിൽ ഒന്ന് പ്രഖ്യാപിക്കാം. Can you declare it in the Holy Spirit and say, ഓ ഇന്ന് കുഞ്ഞുങ്ങളെ നോക്കി പ്രഖ്യാപിക്കാൻ ആരെങ്കിലും ഉണ്ടോ? is there anyone who can look at your children and എല്ലാ proclaim and കുഞ്ഞുങ്ങൾ ഈ declare? രാജ്യത്തിലെ ഏറ്റവും വലിയ അധികാരത്തിൽ My ഇരിക്കുന്നവരെക്കാൾ children will be above ഉന്നതികളിൽ everyone. ഇരിക്കുമെന്ന് They will be the highest placed of ഓ authority റബ more ശല than anyone. ആത്മാവുള്ളവരൊക്കെ Those who are with the Holy Spirit, പ്രവചിക്കട്ടെ ഇന്ന് let പകൽ. them prophesy in the Holy Spirit. അന്ത്യനാളുകളിൽ In the end times, സകല ജഡത്തിന്മേൽ upon every ഞാൻ person, ആത്മാവിനെ പകരാം. I will send forth my ഓ Holy നിങ്ങൾ Spirit. പ്രവചിക്കുന്നവരായി You തീരും. will become people who will prophetically declare. ഓ റബ ശലബ കബലബ Oh, Ribatarashateria. വികാലബ ശിയാധോരബ കബലബ ശബലബ Masateria. ഉറികവാനിയ ശിയാധര ഒരു പ്രത്യേക അനുമതി ആഗ്രഹിക്കുന്നവർ മാത്രം ഓടി If you are മുമ്പിലോട്ട് desiring a unique anointing, come forward. We will pray for you. അത് ആഗ്രഹിക്കുന്നവർ മാത്രം ഓടി വന്നേ. Only those who are desiring the unique anointing, come forward. We will pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് Pastors, ശേഷം when after Pastor prays for നിങ്ങൾ you, വാ തുറന്ന് പ്രസ്താവിക്കാൻ you തുടങ്ങണം. open your mouth and declare upon every നിങ്ങൾ ഈ ദേശത്തെ circumstance. നോക്കി ഉണർവിനായി You പ്രഖ്യാപിക്കണം. declare to the nation that a revival break out in this nation. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ നോക്കി നിങ്ങൾ You പ്രഖ്യാപിക്കണം. need to declare upon your പ്രവചിക്കണം. life. You need to prophesy upon your life. റബ ശല കബലബ യേശുവിന്റെ നാമത്തിൽ In the name of Jesus. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഒരു prophetical anointing. Prophetical anointing. അറകാശിയ തോറബോ കബാശ. ഓ റബ ശബ fire in the name of നിന്റെ ജീവിതത്തിൽ in your life. ഇനി പൊങ്ങാൻ പറ്റത്തില്ലെന്ന് നീ ചിന്തിച്ച നാളുകളുണ്ട്. There are days you thought you will not able to rise ഇനി again. എനിക്ക് എങ്ങനെ ഒന്ന് ഉയരാൻ പറ്റും? You thought that I will never be able to rise away from again. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് പൊക്കി തരാൻ There is ആളില്ലല്ലോ. no one to help me to lift me up. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. I am desiring to do many things, പക്ഷെ അതുപോലെ ഒന്നും പറ്റുന്നില്ല. but I am not able to do it.
പറ്റുന്നില്ല. I'm not able to do it. ചിലപ്പോഴൊക്കെ ട്രൈ ചെയ്യാം, I have tried many times, പക്ഷെ പറ്റുന്നില്ല. but I'm not able to do it. തളർന്നു പോകുന്നു. I have been dismayed. You are getting Tired. tired. I'm getting tired. You feel like you are getting You are tired. trying, but you are getting tired. You are getting tired. Hallelujah. പറ്റുന്നില്ല. You are not able to do it. ഇത് പരിശുദ്ധാത്മാവ് പറയുന്നു. Today Holy Spirit is ഈ proclaiming. അഭിഷേകത്തിൽ നീ വിളിച്ചു പറ, If you declare it in the എന്നെ Holy Spirit, ശക്തനാക്കുന്നവൻ, God is who make you strengthened. oh, the one who make me strong. Oh, the one who made me strong. Hallelujah. അവൻ മുഖാന്തരം Through him, ഞാൻ സകലത്തിനോ, I am able to do ഞാൻ everything. സകലത്തിനോ But everything. മതിയായവനെന്ന്. He is enough. Oh, നിന്നെ നോക്കി നീ പ്രവചിക്കാം. You prophesy looking upon yourself. 2024. 2024. Oh, Rabba Shaba, end ചെയ്യുന്നതിന് മുമ്പ് Before it ends, നിനക്ക് സ്വന്തമായി ചിലത് ദൈവം you will തരാം. have your own things. You നിനക്ക് സ്വന്തമായി വാഹനം, will have your own vehicle. നിനക്ക് സ്വന്തമായ ചിലതിനെ You will have some own properties and things. ഓ റാബ ശാല കബാലബ ശബാലബ ചുടബാലബ ശിയാതേരിയ കബാലബ ശബാലബ റീഖമാനിയ തേരിയ. ഇത് പകൽ നീ വിളിച്ചു പറഞ്ഞു. Today you need to നീ declare it. പ്രസ്താവിച്ചോ, You need to declare it. പ്രസ്താവിച്ചോ. You need to decree and declare. ഓ നിന്നെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ചിലരെ That to declare upon the people who you നിന്റെ അടുക്കൽ love. കൊണ്ടുവരാ. And God will bring them to you. നീ പറയുന്നുണ്ട്, You have been saying, ഞാൻ സ്നേഹിച്ചവർ എന്നെ ഉപേക്ഷിച്ചിട്ടുള്ളതേ everyone ഉള്ളൂ. who I loved have left me. ഇല്ല ഇല്ല, നിനക്ക് വേണ്ടി ദൈവം ചിലത് God ഒരുക്കിയിട്ടുണ്ട്. has prepared something for you. ഓ റാബ ശാല കബാലബ റീഖാലബ ശബാലബ anoint ചെയ്യുന്നു. Here we anoint him. Prophesy. 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 ഓ റാബ ശാല കബാലബ. Yes, വിളിച്ചു പറഞ്ഞോ, വിളിച്ചു പറഞ്ഞോ. To declare upon your life. Declare upon your life. Rabandro Kabalaba Shadabariandro. Shianteria Kabalaba Mashallah. Oriandro Shadabariandro. നിന്റെ ജീവിതത്തിൽ In your life too. ഹല്ലേലൂയ ഒക്ടോബർ മന്ത് In the month of October, ചില സെറ്റിൽമെന്റുകളെ ദൈവം some ചെയ്യും. settlement God is going to come in your life. settlementകളെ ദൈവം God is ഒരുക്കും. bring settlement in your life. Rabba shala tara Rab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 
Bless him. നീ വാ തുറന്ന് പ്രവചിക്കാം. Open your mouth and വാ തുറന്ന് prophesy. പ്രസ്താവിക്കാം. Open your mouth and declare. നിന്റെ അകത്തുള്ളവർ Who he is in you. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണെന്നുള്ള The King of glory, Jesus. ബോധ്യത്തോടെ നീ പ്രവചിക്കാം. You prophesy. Mashallah bariyantroba. Oh ribantroshatala bariyantroba. Oh ribashatala. ഒരു ഏലിയാവിനെ പോലെ. Like Elijah. ഏലിയാവ് Elijah. ആകാശത്തെ നോക്കിയിട്ട് He looked at the skies. ഒരു ഭീരുവിനെ പോലെയല്ല. He didn't declare it like a meek person. ഒരു ഭീരുവിനെ പോലെ. Not like a weak ഒരു person. ഫിയർഫുൾ പേഴ്സണെ പോലെയല്ല. Not like a fearful person. He didn't declare. അവൻ ദൈവത്തെ പോലെ. He declared it like God's voice. ഇനി മഴ പെയ്യണ്ട. Let there be rain. പറഞ്ഞറിയാം ഇനി ഞാൻ പറയാതെ. Without me saying. ഇനി ഞാൻ പറയാതെ. Without me saying. authority. Am I the authority? Rabba Shala Kabala Baba. Tanging out വലിയ authority. A mighty authority. Shala Kababa. Marabakaturoba shadala bariyantroba. Mashadala bariyantroba. ഈ ചില ഭൂതങ്ങളെ You will cast out demons. ഈ ഭൂതത്തെ പുറത്താക്കാൻ You will cast out demons. ഈ ചിലരോട് പ്രവചിക്കാൻ You പോകുന്നു. will prophesy to some people. Rabba Shala Kabala Baba. ഈ ചിലരുടെ ജീവിതത്തെ നോക്കി പ്രവചിക്കണം. You need to look at some people's life and prophesy. നീ പറയണം. You need to say, യേശുവിന്റെ നാമത്തിൽ ഞാൻ in the പ്രഖ്യാപിക്കുന്നു. name of Jesus I am നീ declaring it. ഡിക്ലെയർ ചെയ്യുന്നത് What you declare അവരുടെ ജീവിതത്തിൽ നടക്കാം. will happen in their lives. നീ അവരെ ഈ ചർച്ചിന്റെ അകത്ത് കൊണ്ടുവരും. That you will bring them to this നീ അവരെ ഈ church. ചർച്ചിൽ കൊണ്ടുവരും. You will bring them to this അവർ church. ഇവിടെ സ്നാനപ്പെടും. They will be baptized. റാബ ശല കബാല ബറബ കുടബാല ശമാനിയ കബാല ബറബ റിബശിയ കബാല തറബാല ബബ. നിന്നെ ഒരു സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റിലേക്ക്, Special appointment. ഒരു സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ്, Special ഒരു appointment. ഏലിയാവിനെ വിളിച്ചതുപോലെയുള്ള Elijah who was ഒരു called out. സ്പെഷ്യൽ A അപ്പോയിന്റ്മെന്റ് special appointment നിന്റെ മേലിൽ നിന്ന് ഡിക്ലെയർ has ചെയ്തു. been declared about you.
പ്രവാചകനെ Prophet, ദൈവ God, അസ്ഥിത്താഴ്വരെ കൊണ്ടുപോയി. he sent him to the dry bones, dry valley. എന്നിട്ട് അസ്ഥികളുടെ ഇടയിൽ കൂടെ He sent him in the midst of the dry bones. ചുറ്റി 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 നടത്തിച്ചു. He made him to go around it. അസ്ഥിത്താഴ്വരെ ചിതറിക്കിടക്കുക അസ്ഥികൾ. In the valley, the dry bones were scattered. പറഞ്ഞു ചുറ്റി 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 He നടക്കാം. told him to go around it. ഹല്ലേലൂയ. Hallelujah. ഈ അസ്ഥികൾ തകർന്ന് ഇനി ഒരിക്കലും ജീവിക്കത്തില്ല എന്നത് ഈ പ്രവാചകനെ കണ്ട് മനസ്സിലാക്കിച്ചു. God made him understand these dry bones will never come back to life. He made him understand it first. ഈ അസ്ഥികൾ ഇനി ഒരിക്കലും ഒരുമിച്ച് ചേരാൻ സാധ്യതയില്ലെന്ന് ഈ പ്രവാചകൻ മനസ്സിലാക്കുന്ന രീതിയിൽ അവനെ ചുറ്റി ചുറ്റി God made the prophet to go around the dry bones to make him understand there is no possibility for these dry bones to come together. എന്നിട്ട് ചോദിച്ചോ, And then he told him, പ്രവാചക, Prophet, നീ ഒരു പ്രവാചകനല്ലേ? പ്രവാചക, aren't you a prophet? ഈ അസ്ഥികൾ ജീവിക്കുവോ? Prophet, will these bones ഈ live? അസ്ഥികൾ ജീവിക്കുവോ? Will these bones live? എന്ന് വെച്ചാൽ ഇനി ഒരു ചാൻസ് ഇല്ല. It means there is no possibility or chance. ഫുൾ നെഗറ്റീവാ. All negative. എന്ത് ചെയ്താലും ഈ അസ്ഥി ചേരത്തില്ല. Whatever you do, there is no possibility for the ഈ dry bones to come. പോസിബിലിറ്റീസിനെ മുഴുവൻ കാണിച്ചു. He showed him every impossibility. എന്നിട്ട് ചോദിച്ചു, നീ പ്രവാചകനാണെങ്കിൽ പറ, ഈ അസ്ഥികൾ ജീവിക്കുമോ? And he said, are you a prophet? Will these dry bones come to life? പ്രവാചകൻ പറഞ്ഞു, ദൈവമേ നിനക്കറിയാം. And prophet said, you will, God, you know. ദൈവം പറഞ്ഞു, പിന്നെ നീ എന്തിനാ And പ്രവാചകനായിരിക്കുന്നത്? God said, and why are you the prophet? നീ പ്രവാചകനാണെങ്കിൽ നീ പറയണോ? If you are a prophet, you need to declare നീ it. പ്രവാചകനാണെങ്കിൽ നീ പ്രവചിക്ക. If you are a prophet, you നീ prophesy. എന്നെ പോലെ പ്രഖ്യാപിക്ക. Prophesy like me. അസ്ഥി അസ്ഥിയോട് ചേരോ. Dry bones will come together. മാംസം വരോ. And there will be a സ്വർഗ്ഗം വരോ. wealth will come. നീ പ്രവാചകനാണെങ്കിൽ If you are the prophet, നീ ലോകത്തെ പോലെ you are not like the world. അസ്ഥിയുടെ അവസ്ഥ പ്രവചിക്കരുത്. You declare the നീ condition of the world. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നു. From the ദൈവത്തെ impossible, like God, അസ്ഥികളോട് പ്രവചിക്കാം. prophesy to the dry bones. നീ പ്രവാചകനാണെങ്കിൽ If you are the prophet, നീ അസ്ഥിയെ കുറിച്ചല്ല പറയേണ്ടത്, you need to speak അതിനോട് the condition ജീവിക്കാൻ of the world. You പറയണം. need to declare life. അതിനോട് ജീവിക്കാൻ You പറയുക. declare life to come upon നീ it. ജീവിക്കാൻ പറയുക. You tell it to come to life. നീ വേറെ ഒന്നും പറയണ്ട. Nothing else you need to say. പ്രവാചക ഒറ്റ പ്രഖ്യാപന, Prophet ഒറ്റ proclaim. ഡിക്ലറേഷൻ. Prophet declare one thing. അസ്ഥികളെ ജീവിക്കാം. No, dry bones come to അസ്ഥികളെ life. ജീവിക്കാം. Dry bones come to life. അസ്ഥികളെ ജീവിക്കാം. Dry bones come to life. അസ്ഥിയെ ഒരസ്ഥി എഴുന്നേറ്റ് വന്നേ, ഇപ്പുറത്തെ അസ്ഥിയോട് പിടിച്ച്, എന്നിട്ട് അതിങ്ങനെ ചെയ്തേ, മാംസം വരട്ടെ, തൊക്ക്. നീ ഒന്നും പറയണ്ട, നീ അസ്ഥികളെ നോക്കിയിട്ട് ജീവിക്കാൻ കൽപ്പിക്കുക. All you need to do is ജീവിക്കാൻ declare. കൽപ്പിക്കുക. All you need to do is ജീവിക്കാൻ declare. കൽപ്പിക്കുക. Declare that it നീ come to ഒറ്റ life. കൽപ്പന കൽപ്പിക്കുമ്പോ You need to declare one നീ prayer. കൽപ്പിക്കുന്നത് അധികാരമുള്ളവനായിട്ടാണ്. If you are declaring with authority, നീ പ്രവാചകനാ. you are a prophet. പ്രവാചകൻ എന്ന് വെച്ചാൽ If you are a prophet, മൗത്ത് ഓഫ് ഗോഡ്, you are the mouthpiece of God. ദൈവത്തിന്റെ വായ, You are the mouth of God. ദൈവത്തിന്റെ ശബ്ദമാ. You are the voice of നീ God. പ്രവാചകനാണെങ്കിൽ, You are a prophet. നീ ദൈവത്തിന്റെ വായാണെങ്കിൽ, You are the mouth of നീ God. ദൈവത്തെ പോലെ പ്രഖ്യാപിക്കുക. Proclaim it like നീ God. ദൈവത്തെ പോലെ സംസാരിക്കുക. Declare it and speak like നീ God. ദൈവത്തെ പോലെ വിളിച്ചു പറ. Declare it out like God. അസ്ഥിയോട് ചേരും. Dry bones come together. ഇന്ന് പകൽ ചിലത് വിളിച്ചു പറയുന്ന Today can you declare it? കർത്താവേ, Lord, ഈ നിൽക്കുന്ന സകലരുടെ മേലും, everyone here, സകലരുടെ മേലും everyone here, ഈ അഭിഷേകത്തെ, this ഈ anointing, അപ്പോയിന്റ്മെന്റ് this appointment, പ്രഖ്യാപിക്കുന്നു. I declare യേശുവിന്റെ നാമത്തിൽ in the name of പ്രഖ്യാപിക്കുന്നു. Jesus, പ്രഖ്യാപിക്കുന്നു. I declare ഇന്ന് മുതൽ ഇവർ പ്രസ്താവിക്കുന്നത്, from today as they declare it, സംഭവിക്കുന്നത്, let it happen. സംഭവിക്കാനിരിക്കുന്നത് What is to happen? ഇവർ പറയട്ടെ. They will call it out. ആരൻ ഹാബിറ്റ് പറയട്ടെ. And heaven will call it ഓ out. യേശുവിന്റെ In നാമത്തിൽ the name of Jesus, അങ്ങേത് പകർന്നതിനാണ്. it has been imported. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah.
ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, അങ്ങ് പ്രാർത്ഥന Lord, thank you, കേട്ടതിനായി Lord, for hearing your prayers. ഓ നിങ്ങൾ ചോദിപ്പീൻ, You asked the Father, പിതാവ് അത് the തന്നിരിക്കും. Father will give it to you. ഇന്ന് കർത്താവേ, Today, ദൈവത്തിന്റെ വായായി തീരുന്ന we become the voice and the mouth of God. അഭിഷേകത്തെ, The anointing, അഭിഷേകത്തെ that anointing ദൈവത്തിന്റെ വായായി തീരുന്ന to become the mouth of God. ഒരു പുരാതന ജനത്തെ An ancient people, സ്ഥാപിച്ചപ്പം മുതൽ when He established them, അങ്ങ് തിരഞ്ഞെടുത്ത് you വെച്ചിരിക്കുന്ന have chosen us. ആ വ്യക്തികളായി ഞങ്ങളെ You മാറ്റിയതിനായി, thank you for changing like those appointment ആ persons. വിളിക്ക അപ്പോയിന്റ്മെന്റ് ഇന്ന് ഞങ്ങളുടെ മേൽ റിലീസ് ചെയ്തതിനായി Today നന്ദി you have കർത്താവേ. released and made us enter into that appointment. യേശുവിൻ നാമത്തിൽ In തന്നെ the name of Jesus. ആമേൻ, Amen. ആമേൻ. Hallelujah.